രഹസ്യ സംഘടന അതിവിടെയും തുടങ്ങി. 88 തന്നെ പ്രവർത്തന രൂപരേഖയിൽ കാണിച്ചു. സ്വന്തം കാര്യങ്ങൾ പോലും ഒഴിവാക്കി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വളണ്ടിയർ ഫോറം രൂപീകരിക്കുക. 88 കഴിഞ്ഞു. 93 ആയപ്പോഴേക്കും ഏതാണ്ട് സ്ഥലങ്ങളിലൊക്കെ VC-യുടെ യൂണിറ്റുകൾ ഉണ്ടായി. KNM അറിയുന്നില്ല. കുട്ടികളല്ലേ വിശ്വസിച്ചേൽപ്പിച്ച അവര് നമ്മളെ വഞ്ചിക്കൂല, നമ്മളെ കുട്ടികളല്ലേ, യുവാക്കളെ പ്രോത്സാഹിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടു. 93 ആയപ്പോഴേക്ക് സ്വയം സേവനത്തിന് സന്നദ്ധരായവരുടെ വിഭാഗം വാർത്തെടുക്കാൻ ശ്രമിക്കുക, അവരുടെ അഡ്രസ്സുകൾ സംസ്ഥാന കമ്മിറ്റിക്ക് എത്തിക്കുക. 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് ആയി. 94 കാലഘട്ടത്തിൽ ചില ഈ കോഴിക്കോട് ടൗണുമായി ബന്ധപ്പെട്ട ചില പള്ളികളിൽ നമുക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായപ്പോ കുറെ ആയല്ലോ കൊള്ളിന്, ഇനിയൊന്ന് തടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഒരു പ്രതിരോധ സംവിധാനത്തെ കുറിച്ച് KNM ചിന്തിച്ചു. അന്ന് KV മൂസാ സുല്ലമിയുള്ള കാലമാണ്. KVയോട് AP പറഞ്ഞു. അപ്പൊ KVയോട് വീരാകുട്ടി സുല്ലമി എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ പരിപാടിയുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് KNM അറിയില്ല. അങ്ങനെ KNM നേതാക്കൾ കൂടിയിട്ട് ചർച്ച. KNM-ന്റെ തീരുമാനത്തെ അവരുണ്ടാക്കി വെച്ച VC കൊണ്ട് വിഴുങ്ങുകയായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായത്. അങ്ങനെ 88 മുതൽ തുടങ്ങിയ ആ VC-യുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലുണ്ടായ ദോഷങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. പലവിധ കാസറ്റുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ 2 ISM തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ KNM തെരഞ്ഞെടുപ്പിലും KJU തെരഞ്ഞെടുപ്പിലൊക്കെ VC കളിച്ച കളികൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മാനക്കേടുണ്ടാക്കുന്നതായിരുന്നു. നാം ഇതുവരെ കാത്തു സൂക്ഷിച്ച പൊതുമൂല്യങ്ങൾ പോലും കാറ്റിൽ പറത്തുന്ന തസ്കിയത്തുകാസികൾ വയറിനെ കിട്ടിയിട്ടും അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കുന്ന കളവ് പറയുന്ന ഒരു വിഭാഗത്തെ ആ VC-യിലൂടെ വാർത്തെടുത്തു. അത് 88 തുടങ്ങിയതാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, 89 ആയപ്പോഴേക്കും സ്വന്തം ആസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്താ, മുജാഹിദിന്റെ റൂം പോരാ, നമുക്ക് വേറെ ഇരിക്കണം, വേറെ ഓഫീസ് വേണം. 91 തന്നെ മർക്കസിന്റെ സ്ഥലം വാങ്ങി അരീക്കോട്ട പ്രസ്സും സ്ഥലവും വിറ്റു. അത് മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്ന ISM-ന്റെ വസ്തുവകളൊക്കെ വിറ്റിട്ടാണ് 91 സ്ഥലം വാങ്ങിയത്. സ്ഥലം വാങ്ങിയിട്ടോ അന്നൊരു പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കി. CIG എന്ന പേരിൽ ISM-ന്റെ ഓഫീസ് കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇന്നൊക്കെ പണം പിരിച്ചത്. പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പോൾ IGT ട്രസ്റ്റ്, ഇസ്ലാമിക് ഗൈഡൻസ് ട്രസ്റ്റ്, ആജീവനാന്ത മെമ്പർഷിപ്പുള്ള 10 ആ ട്രസ്റ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. 93 25 ലക്ഷം ഫണ്ട് പിരിച്ചത് KP മുഹമ്മദ് മൗലവിയുടെ പേരിലിറക്കിയ സർക്കുലർ കൊണ്ടായിരുന്നു. KP പ്രതിഷേധിച്ചു. പ്രവർത്തകരുടെ 2 ദിവസത്തെ വരുമാനം വാങ്ങി 25 ലക്ഷം ഫണ്ട് പിരിച്ച് ISM-ന്റെ വസ്തുവകൾ വിറ്റുണ്ടാക്കിയ സ്വത്ത് നിങ്ങൾ 10 പേര് സ്വകാര്യ രജിസ്ട്രേഷൻ ചെയ്യാൻ അനുവദിക്കുകയില്ല. അങ്ങനെ ആ ട്രസ്റ്റിന്റെ കീഴിലാണ് അന്ന് 11 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്ത്, ബാക്കി 11 ISM സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിലും. ഇതെല്ലാം സെമിനാർ പതിപ്പിൽ നിന്ന് കിട്ടിയ വിവരമാണ്. പ്രവർത്തകർക്ക് ഇതൊന്നും നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. സംസ്ഥാന എക്സിക്യൂട്ടീവായി എനിക്ക് പോലും സാധിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, ഇവർ പറയുന്നു KP-യുള്ള കാലത്ത് പ്രശ്നമില്ലെന്ന്. 91 വാങ്ങിയ സ്ഥലത്ത് 94 കെട്ടിടം പണി പൂർത്തിയായി. എന്തുകൊണ്ടാണ് KP അതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്നത്? രജിസ്ട്രേഷൻ സംബന്ധിച്ച് KP-ക്ക് പരാതിയുള്ളത് കൊണ്ടാണ്. പിന്നെ KP അവർ തെറ്റിദ്ധരിപ്പിച്ചു ഉടൻ തിരുത്താമെന്ന്. പക്ഷേ KP 96 മരിക്കുന്നത് വരെയും അത് തിരുത്തിയില്ല. KP മരിച്ചൊരു കൊല്ലം കഴിഞ്ഞ് 97 ആ മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്ന ഹുസൈൻ മടവൂര് ഈ 11 സെന്റം ISM-ന് വഖഫ് ചെയ്തു എന്ന ഒരു ആധാരത്തിന്റെ കോപ്പിയുടെ ഫസ്റ്റ് പേജ് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ടു. അതിൽ ദുരൂഹതയുണ്ട്. ഇപ്പോഴത്തെ പിരിച്ചുവിടപ്പെട്ട ISM-കാർ വെല്ലുവിളിക്കുന്നു, അത് ISM-ന്റെ പേരിലല്ല എന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് വെല്ലുവിളിക്കുന്നു, അതാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാതെ പറയാൻ ഒരു തെളിവ് ആവശ്യമില്ല. ആണ് എന്നതിന് തെളിവ് കിട്ടിയിട്ടില്ല. ISM-കാർക്ക് അറിയണം, ഞങ്ങളെയൊക്കെ 2 ദിവസത്തെ വരുമാനവും 25 ലക്ഷം ഫണ്ടുമൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് ISM-ന്റെ പേരിൽ ആണ് എന്ന് തെളിയിക്കുന്ന ആധാരം വേണം. ആദ്യത്തെ 11 സെന്റിനെ പറ്റി സെമിനാർ പതിപ്പിൽ കണ്ടു. പിന്നെ വഖഫ് ചെയ്തതിനെ പറ്റും സെമിനാർ പതിപ്പിൽ കണ്ടു. ഞാൻ ചോദിക്കട്ടെ, വഖഫാണെങ്കിൽ അതിന് നിലനിൽപ്പാണുള്ളത്? വഖഫ് സ്വത്തിനെ പറ്റി തർക്കം വന്നാൽ വഖഫ് ചെയ്തവരെ തിരിച്ചു കൊടുക്കണമെന്നല്ല ഇന്ത്യയിലെ വഖഫ് നിയമം. അങ്ങനെയാണെങ്കിൽ ആ 11.5 സെന്റും ആ 11.5 സെന്റിലാണത്രേ മർക്കസുദ്ദയുടെ ബിൽഡിംഗ് നിൽക്കുന്നത്. അത് ആർക്കാണ് കിട്ടുക? മടമൂരിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 10 പേർക്കും. പിന്നെ ഫസ്റ്റ് പേജ് കണ്ടതുകൊണ്ട് കാര്യമല്ല. അതിന്റെ ശേഷം എന്താ എഴുതി വെച്ചത്? തന്റെ ഭാര്യന്റെയും കുട്ടികളെയും മരണത്തിന് ശേഷം ഉണ്ടോ? ആർക്കറിയാം? സുഹൃത്തുക്കളെ, ഇവിടെ സാമ്പത്തികമാണ് പ്രശ്നമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇതാണ് പ്രശ്നം. മർക്കസുദ്ദയുടെ പേരിലുള്ള കോടിക്കണക്കിന് സ്വത്ത് 10 ആളുകളുടെ പേരിൽ സ്വകാര്യ രജിസ്ട്രേഷൻ ആക്കി വെച്ചു. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അത് പിരിച്ചുവിടാൻ? ആ ട്രസ്റ്റ് പിരിച്ചുവിടണം. പിരിച്ചുവിട്ട് ആ സ്വത്ത് മുഴുവനും ISM-ൽ ലയിപ്പിക്കണം. മാത്രമല്ല, അവിടെ ഒരു അക്കാഡമിയുണ്ട്, അക്കാഡമി ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, ISM കേരള. അതെന്തിനാണെന്നറിയോ? ISM പ്രായം കഴിഞ്ഞിട്ടും മർക്കസുദ്ദ ഇറങ്ങിപ്പോരാൻ മടിയുള്ളവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ, KNM-ൽ ഇടം തിരിഞ്ഞു നിൽക്കുന്നവർ അക്കോമഡേറ്റ്
ചെയ്യാൻ KNM-ലും ISM-ലും പെടാത്ത ഇടത്താവളം അവരാണ് QLS നടത്തുന്നത്, അവരാണ് ഇസ്ലാമിക് സെമിനാർ നടത്തുന്നത്. ഈ ഇടത്താവളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത്രയും കാലം ഇവിടെ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ സുഹൃത്തുക്കളെ 87 ഭരണഘടന തിരുത്തി 88 VC ഉണ്ടാക്കാൻ തുടങ്ങി, 89 ആസ്ഥാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, 91 സ്ഥലം വാങ്ങി, 93 25 ലക്ഷം പിരിച്ചു, 94 ഉദ്ഘാടനം. 93 മുതൽക്ക് തന്നെ ISM-കാർ കഴിയുന്നത്ര KNM-ൽ കയറിക്കൂടാൻ തുടങ്ങി. അസ്ഗർ അലി വിളിച്ച ഗ്രൂപ്പ് മീറ്റിംഗിന്റെ കത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? 99 മെയ് മാസത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആദ്യത്തെ ഗ്രൂപ്പ് മീറ്റിംഗ് എന്ന് വിശ്വസിക്കുന്ന VC കുട്ടികൾ ഇപ്പോഴുമുണ്ട്. സുഹൃത്തുക്കളെ, 99 മെയ് മാസത്തിൽ ഉമർ മൗലവി വിളിച്ച മീറ്റിംഗ് സംഘടന അട്ടിമറിക്കാനായിരുന്നില്ല, വ്യതിയാനത്തെ കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു പാരമൗണ്ട് ടവറിൽ. പക്ഷേ ഇവർ വന്നിട്ട് പറഞ്ഞത് ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്, നിർത്തിവെപ്പിക്കണം. KNM നേതൃത്വം നിർത്തിവെപ്പിച്ചില്ലേ? എന്നിട്ട് CP-യും AP-യും കൂടി KNM-ഉം KG-യും സംയുക്തമായിട്ടല്ലേ പിന്നെ പുളിക്കൽ മീറ്റിംഗ് വിളിച്ചത്? അപ്പൊ സുഹൃത്തുക്കളെ, ആ 93 മേപ്പയൂരിൽ മാത്രമല്ല മഞ്ചേരിയിൽ മീറ്റിംഗ് നടന്നിട്ടില്ലേ? പലരെയും ഇവർ ചെന്ന് കണ്ടിട്ടില്ലേ? എന്തിനധികം 93 കഴിഞ്ഞ് 94 നേതൃമാറ്റം അനിവാര്യമെന്ന പേരിൽ ഇതാ ഈ ബഹുമാനപ്പെട്ട ഹുസൈൻ മടവൂരിൽ എഴുതിയ ലേഖനമാണിത്. 94 നേതൃമാറ്റം അനിവാര്യം. എന്തൊക്കെയാ പറഞ്ഞത്? ജരാനരകൾ ബാധിച്ച് നേരെ നിവർന്ന് കിടക്കാൻ പോലും വയ്യാത്ത ഏകാംഗ പ്രസ്ഥാനത്തിന്റെ അനിശേഷനായ നേതാവ്. ആരെക്കുറിച്ചാണ് കുറ്റുന്നത് എന്ന് കേൾക്കുന്നവർക്കറിയാം. പുതുരക്തവും പുതിയ മസ്തിഷ്കവും പുതിയ തലമുറയും മാറ്റത്തിന്റെ പടഹധ്വനിയുമായി കുതിച്ചുയരണമെന്ന് ആഗ്രഹിക്കുന്ന ISM-ൽ പ്രത്യേകിച്ചും പ്രായം കഴിഞ്ഞവർ മാറുന്നു. എന്തിനാ അവിടെ പ്രത്യേകിച്ചും ISM-ൽ മാറുന്നു എന്ന് പറഞ്ഞാൽ പോലെ? അപ്പൊ KNM-നും KJ-നും പൊതുവെയും മനസ്സിലായോ? അതിന്റെ ബാക്കിയോട് കേട്ടോ നിങ്ങൾ. ഐഡിയകൾ വറ്റിവരണ്ട് മനസ്സ് സൃഷ്ടിച്ച് അകാല വാർദ്ധക്യം പ്രാപിച്ചവർക്ക് സ്വയം മാറി നിൽക്കാം, മാറാൻ സന്നദ്ധരാവാത്തവരെ മാറ്റുകയുമാവാം. അതിനാൽ നേതൃഗുണവും മതനിഷ്ഠയുമുള്ള നല്ല വ്യക്തികളെ നേതൃത്വത്തിലെത്തിക്കാൻ അടിസ്ഥാന രംഗങ്ങളിൽ പണിയെടുക്കേണ്ട സമയമാണിത്. 94 ഇവർ സംഘടന പിടിച്ചെടുക്കാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ തുടങ്ങുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുകയാണ്. 94 VC ഉപയോഗിച്ച് സംഘടന പിടിച്ചെടുക്കാനുള്ള ശ്രമം ഇവർ തുടങ്ങി. ധൈര്യപൂർവ്വം അദ്ദേഹം എഴുതുകയാണ്, ജരാനര ബാധിച്ചവരെ മാറ്റി നിർത്തണം, ഐഡിയകൾ മറ്റുവരേണ്ട കാരണവന്മാര് ഉറക്കം തൂങ്ങികളെ മാറ്റി നിർത്തണം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, മിസ്റ്റർ ഹുസൈൻ നിങ്ങൾ ഇത് ആരെക്കുറിച്ചാണ് ഇത് എഴുതിയത്? മുതിർന്ന ആളുകൾ വിളിച്ച് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്താണെന്നോ, ഞാനത് എന്നെ കുറിച്ച് എഴുതിയതാണ്. അപ്പൊ അയാൾ ഐഡിയകൾ വെട്ടിവരണ്ടി മനസ്സ് സൃഷ്ടിച്ച ആളാണോ 94-ൽ? എന്നാൽ അദ്ദേഹം ഇപ്പോഴും കയറി കുത്തിരിക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത്. ഇദ്ദേഹം ഈ അടുത്ത് കടമത്തൂരിനടുത്ത് ഏലാങ്കോട് വന്ന് 2 സുഹൃത്തുക്കളോട് പറഞ്ഞത്, ഞാൻ അവസാനമായി എഴുതിയാണ്, പിന്നെ ഞാൻ ISM-ന്റെ പ്രസിഡന്റ് ആയിട്ടില്ല. 2 ടേമിൽ വീണ്ടും പ്രസിഡന്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ അത് KJ-യുടെയും KNM-ന്റെയും നേതാക്കളെ കുത്തിപ്പറഞ്ഞതായിരുന്നത്. അപ്പൊ 93 മുതൽക്ക് എല്ലായിടത്തും ഗ്രൂപ്പ് മീറ്റിംഗുകൾ തുടങ്ങി. മണ്ഡലം തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, ജില്ലാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു, സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. നമുക്ക് വ്യക്തവും നിഷ്പക്ഷവുമായ കാഴ്ചപ്പാട് വേണമെന്ന അസ്ഗർ അലിയുടെ ഗ്രൂപ്പ് മീറ്റിംഗിലെ കത്തിലുള്ളത്. അത് പൊളിഞ്ഞു. KP വിളിച്ച് ശാസിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, ആരാണ് ഇവിടെ സംഘടന പിടിച്ചെടുക്കാൻ ശ്രമം തുടങ്ങിയത്? മാത്രമല്ല 93 ഇവരെ നയരേഖ ഇറക്കി. ആ നയരേഖയിൽ തൗഹീദിന്റെ സ്ഥാനത്തിലേതറിയോ? 5 സ്ഥാനത്താ തൗഹീദ്. അപ്പൊ വിദ്യാഭ്യാസ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, ലോകവീക്ഷണം വേണമെന്നാണ് ഇതിൽ പറഞ്ഞത്. ഇസ്ലാമിക ലോകവീക്ഷണം. ബോസ്നിയയിലേക്ക് നോക്കൂ, സോമാലിയയിലേക്ക് നോക്കൂ എന്നൊക്കെ ജമാഅത്തിനെ പ്രസംഗിക്കാറില്ലേ? അതുപോലെ നമ്മളും വേണമെന്നാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. ബോസ്നിയ, സോമാലിയ, അരിത്രി, അറാക്കാൻ, ഫിലിപ്പീൻസ് തുടങ്ങിയ മുസ്ലിം പ്രദേശങ്ങളിലെ മുസ്ലിം വിരുദ്ധ നീക്കങ്ങളെ അടുത്തറിഞ്ഞ് അതിനപ്പോൾ പ്രതികരിക്കാൻ സാധിക്കണം. എന്തിന് ഞാൻ പറയണം? പ്രബോധനത്തിൽ എഴുതി കഴിഞ്ഞു, ഞങ്ങൾക്കൊരു BTM ഉണ്ടായി വന്നു, ഞങ്ങൾ പണിയെടുത്തത് മുതലായി. ഞങ്ങൾ പണ്ട് പറഞ്ഞിരുന്നത് മുജാഹിദുകളിലെ ഒരു വിഭാഗം എന്ന് പറയാൻ തുടങ്ങിയില്ലേ, ബലേ ഭേഷ് എന്നവർ പറയാൻ തുടങ്ങി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. 94 മുതൽക്ക് മർക്കസ് ദഅവ കേന്ദ്രീകരിച്ച് നടത്തുന്ന കേരള ഇസ്ലാമിക് സെമിനാറിലൂടെ ഈ വ്യതിയാനങ്ങൾ പുറത്തു വന്നു. ഞാനതിനെ കുറിച്ച് പറയേണ്ടതില്ല. 96-ലും 97-ലും നമ്മുടെ റൗലത്തിന്റെ പഴയ പ്രിൻസിപ്പാളാണ് ദേവാസൻ കൈകാര്യം ചെയ്തത്. ദഅവത്ത് പ്രഥമമായി എന്തിനായിരിക്കണം? മനുഷ്യ മനസ്സുകളിൽ ഈമാൻ സൃഷ്ടിക്കുവാൻ. നമ്മൾ പറയുന്നത് തൗഹീദിനായിരിക്കണം, മൂപ്പര് പറയും ഈമാനിനായിരിക്കണം എന്ന്. പിന്നെ പറയുന്നത് തൗഹീദ് അല്ല ഈമാൻ. കണ്ടോ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ? അന്ന് പ്രസംഗിച്ച അസ്ഗർ അലി പറഞ്ഞത് 50 കൊല്ലം നമ്മൾ നടത്തിയൊന്നും ദഅവത്തായിട്ടില്ല എന്നാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള വ്യതിയാനങ്ങൾ 94 മുതൽ ഇസ്ലാമിക് സെമിനാറിലൂടെ അവർ എഴുതി തുടങ്ങിയിട്ടുണ്ട്. 98-ലെ ദഅവ സെഷൻ സ്വകാര്യമായിരുന്നു ഇസ്ലാമിക് സെമിനാറിൽ. നവോത്ഥാന പ്രസ്ഥാനത്തിന് പുതിയ അജണ്ട എന്ന പേരിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി അതിന്റെ പ്രബന്ധം പുറത്തു വന്നില്ല. എന്തൊക്കെയോ ചില ഹിഡൻ അജണ്ടകൾ ഈ പ്രസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ഇവർ കരുതിയിരിക്കുന്നു എന്നല്ലേ സുഹൃത്തുക്കളെ അതിന്റെ അർത്ഥം?
മാത്രമല്ല 97 മുതൽക്ക് യുവപ്രബോധകർക്കുള്ള ഓറിയന്റേഷൻ കോഴ്സ് തുടങ്ങി. എന്താണ് പ്രബോധകർക്ക് പ്രത്യേകം ഓറിയന്റേഷൻ കോഴ്സ് നടത്തേണ്ടത്? ഒന്നുമല്ല, സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം, സാമൂഹ്യ തിന്മകൾ എതിർക്കുന്നതിന് മുൻതൂക്കം, തൗഹീദിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വിളിച്ച് ശിർക്ക് വിദ്യാർത്ഥികളും ജനങ്ങളെ രക്ഷിക്കുന്ന ഇസ്ലാമിന് അതിന് 6ാം സ്ഥാനോ 7ാം സ്ഥാനം. അത് പഠിപ്പിക്കാനാ ഓറിയന്റേഷൻ കോഴ്സ്. കൂടിത്തെളിഞ്ഞവരാരും പങ്കെടുക്കേണ്ടതില്ല എന്നാണ് ഷർത്ത് വെച്ചത്. അവിടെ ക്ലാസ് എടുക്കുന്നത് ആരാ? പണ്ഡിതന്മാരല്ല, സാഹിത്യ സാംസ്കാരികരെന്ന് ഇവർ പറയുന്ന ആളുകളാണ്. സുഹൃത്തുക്കളെ, സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൽ നമ്മുടെ യുവസംഘടനയെ തളച്ചിടുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. വിശക്കുന്നവരോട് വേദമോടാൻ പാടില്ലെന്ന് ഇവർ പറയുമ്പോൾ കേവലം ഒരു വാക്കല്ല. ആദ്യം വേണ്ടത് സാമൂഹ്യക്ഷേമം, പിന്നെയാണ് ദഅവത്ത് എന്നാണ് അതിനർത്ഥം. ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം വന്ന ശേഷം ശബാബിൽ ധൈര്യപൂർവ്വം ലേഖനം എഴുതി റിലീഫ് പ്രവർത്തനം ദഅവത്തിന് മുൻപ്. ഇപ്പോൾ അവർ പറയുന്നു ദഅവത്തിനൊപ്പം എന്നാണ് ഞങ്ങളുടെ വാദം. അത് മാറ്റാൻ അനുവദിക്കില്ല എന്ന്. സുഹൃത്തുക്കളെ, വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇതെല്ലാം. നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ തിരുത്തിയില്ലേ? തിരുത്തിയിരുന്നു, അവർ സമ്മതിച്ചിരുന്നു. പക്ഷേ നീല പുസ്തകത്തിൽ വീണ്ടും അത് ന്യായീകരിക്കാനുണ്ടായത്. 99 ഒരു തൗഹീദ് ക്യാമ്പയിൻ നടത്തി. 1000 തൗഹീദ് പ്രഭാഷണം, 500 പോലും കേരളത്തിൽ നടന്നില്ല. എന്നിട്ടോ ഒരു തൗഹീദ് ക്യാമ്പയിന്റെ നോട്ടീസ് സുഹൈർ ചുക്കത്ത് ഒരുക്കുന്നത് മഞ്ചേരി വെച്ച് വായിച്ചെത്തിയ പറഞ്ഞു കൊടുക്കാണ്. തൗഹീദ് ക്യാമ്പയിൻ, പ്രസംഗം മുഹമ്മദ് കുട്ടി മദനി, വിഷയം പരലോകം. അപ്പൊ തൗഹീദ് ക്യാമ്പയിനാണിത്. ഞാൻ ആലോചിച്ച് നോക്കൂ. അപ്പൊ തൗഹീദും ഞങ്ങൾ പറയുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ജാടയായിരുന്നു സുഹൃത്തുക്കളെ അത്. ഇപ്പോ തൗഹീദ് അല്ല ആദ്യം പറയേണ്ടത് എന്നതിന് തെളിവുണ്ടാക്കുകയാണ്. ഇക്റ ബിസ്മിയിൽ തൗഹീദുണ്ടോ? അതല്ലേ ആദ്യം ഇറങ്ങിയത്? ആരാ ചോദിക്കുന്നത്? ചേകനൂരിന്റെ ആളുകളല്ല, നമ്മൾ ആളുകളാ ചോദിക്കുന്നത്. നോക്കണം നിങ്ങൾ, ഇക്റ ബിസ്മിയിൽ തൗഹീദുണ്ടോ എന്ന്. കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറി ആയിരുന്ന ഒരു കടലുണ്ടിക്കാരനുണ്ടായിരുന്നു, എന്റെ കൂടെ ISM ഉണ്ടായിരുന്ന ISM സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒമാനിൽ വെച്ച് പ്രസംഗിച്ചത് റസൂലുള്ളാഹിയെ 40 വയസ്സ് വരെ അല്ലാഹു വളരെ ഉന്നതനാക്കി വളർത്തിയെടുത്തു. എന്നിട്ട് ആണ് റസൂലിനെ കൊണ്ട് തൗഹീദ് പറയിപ്പിച്ചത്. നമുക്കൊക്കെ തൗഹീദ് പറയാൻ എന്താണ് അവകാശമുള്ളതെന്നാ ചോദിച്ചത്. മാത്രമല്ല അദ്ദേഹം ഒരു കഥ കൂടി പറഞ്ഞു. അബൂ ഹനീഫയുടെ ഖബറിനടുത്തുള്ള പള്ളിയിൽ വെച്ച് സുബഹി നമസ്കരിച്ചപ്പോ ഇമാം ഷാഫി ഖുനൂത്ത് ഓതിയില്ല. അവരൊക്കെ അങ്ങനെയായിരുന്നു. ഇങ്ങനെ വിശാലമായി കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മുടെ സംഘടനാ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, ഇവിടെ ദീർഘമായ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ അടുത്തു വന്ന പ്രസ്താവനകളിലൊക്കെ AP അബ്ദുൽ ഖാദർ മൗലവി നിയമവിരുദ്ധമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. APയെ പ്രഖ്യാപിച്ചത് ഉസ്മാൻ ഡോക്ടറായിരുന്നു. മാത്രമല്ല തൊട്ടടുത്ത സെക്രട്ടേറിയറ്റിലും കൗൺസിലിലും പിന്നീട് എക്സിക്യൂട്ടീവിലും പിന്നീട് നടന്ന കൗൺസിലും അത് അംഗീകരിച്ചു. അന്ന് ശബാബ് തന്നെ എഴുതിയത് കണ്ടോ? AP ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് എഴുതിയത് ഇസ്ലാഹി പ്രസ്ഥാൻ സെക്രട്ടറിയും ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയുമായി സേവനമനുഷ്ഠിച്ച AP ഇസ്ലാഹി പ്രസ്ഥാനത്തെ ജനകീയവൽക്കരിച്ചതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചയാളാണ്. പ്രായോഗിക ചിന്തയുടെയും സംഘാടക വൈഭവത്തിന്റെയും സമന്വയ കേന്ദ്രമായ AP അന്തരിച്ച കേന്ദ്രം ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് മൗലവിയോടൊപ്പം ഇസ്ലാഹി ആദർശ പ്രചരണത്തിനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യശസ്സുയർന്നതിനും വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. 96 ഫെബ്രുവരി 2 ശബാബ് എഴുതിയതാണ്. ആർക്കെങ്കിലും ഒരു എതിർപ്പുള്ള വല്ല സൂചനയും ഇതിലുണ്ടോ? അന്ന് സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവൊക്കെ അവർ അനുകൂലിക്കുന്നവരില്ലേ? ആരെങ്കിലും വന്ന് എതിർത്തോ? തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശബാബ് തന്നെ എഴുതി 1996 തന്നെ. പിന്നീട് എഴുതിയത് എന്താണ്? KNM ഉസ്മാൻ സാഹിബ് പ്രസിഡന്റ്, AP ജനറൽ സെക്രട്ടറിയായി AP അബ്ദുൽ ഖാദർ ഓലി സംഘടനയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായും KP മുഹമ്മദ് ഓലി യോഗത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അസുലഭമായ മൗലിക ചിന്ത കൊണ്ടും അനുപമമായ പ്രായോഗിക ബുദ്ധി കൊണ്ടും ശ്രദ്ധേയനായ AP ഇസ്ലാഹി പ്രസ്ഥാനത്തെ ജനകീയവൽക്കരിച്ചവര് മുൻനിരയിലുള്ള പണ്ഡിതനാണ്. എതിരാളികളെപ്പോലും ചിരിയിലൂടെ ചിന്തിപ്പിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന AP എന്നും മതപ്രസംഗ വേദികളിൽ പ്രിയങ്കരനാണ്. എന്തിന് ഞാൻ പറയണം? തീവ്രവാദത്തിനെതിരെ ഐക്യപ്പെടുക എന്ന പേരിൽ 92 എഴുതിയ ഒരു അഭിമുഖം കൊടുക്കുകയാണ്. അവിടെ പറഞ്ഞെന്തായോ? APയുടെ നർമ്മമാതിരി തൂകുന്ന നാവ് പ്രസ്ഥാന വളർച്ചയിൽ വഹിച്ച പങ്ക് നിശ്ചലമാണ്. ചോദ്യങ്ങളെക്കാൾ പ്രസക്തമായ ഉത്തരങ്ങളിൽ ദീർഘദർശിയായ ഒരു പണ്ഡിതനെ കാണാം. MSM സമ്മേളനത്തോടനുബന്ധിച്ച് ഈ മരുപ്പച്ചയെ കണ്ടെത്തുക എന്ന പേരിൽ ശബാബ് 97 എഴുതിയത് അത് മാത്രം നിങ്ങളൊന്ന് കേൾക്കണം. ഒരു APയുടെ പ്രസംഗത്തെ കുറിച്ച് പറയാൻ കൃത്യമായി അളന്നു മുറിച്ചെടുത്ത പദങ്ങൾ, ആധികാരികവും ശ്രദ്ധേയവുമായിരുന്നു ആ ലഘുപ്രസംഗം. പ്രസ്ഥാനത്ത് അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറെ പുതിയ വിവരങ്ങൾ, വിമർശകർക്കും എതിരാളികൾക്കും മുന്നറിയിപ്പുകൾ, പ്രസ്ഥാന പ്രവൃത്തിയിൽ ആത്മാർപ്പണ സന്നദ്ധയും ആവേശവും പ്രദാനം ചെയ്ത ഒരു ഉജ്ജ്വല പ്രസംഗം. തൃശൂർ സമ്മേളനത്തെക്കുറിച്ച് ഓർമ്മകളിൽ മായാതെ കിടക്കുന്ന ഒരു സംഭവം. ഞാനിത് പറഞ്ഞത് APയെ എനിക്ക് പ്രശംസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് എഴുതി വെച്ച ആളുകൾ എപ്പോൾ മുതൽക്കാണ് അദ്ദേഹത്തോട് വിരോധം തുടങ്ങിയത്?
നിങ്ങൾ വിചാരിച്ചു നോക്കണം. 99 KNM തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇവിടെ വീശിക്കുട്ടികൾ പ്രചരണം നടത്തി. ബഹുമാനപ്പെട്ടവർ ഞങ്ങൾ ജനറൽ സെക്രട്ടറി ആക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞാൽ പിന്നെ ആയിക്കോളണമെന്നാണോ? അപ്പോൾ ആദർശബോധമുള്ളവർ ഇത് തടയാൻ ശ്രമിച്ചു. ആദർശം തന്നെയാണ് അധികാരത്തിന്റെ പ്രശ്നം. ആദർശ ശുദ്ധിയില്ലാത്തവർ അധികാരത്തിൽ വരാൻ ശ്രമിച്ചാൽ ആദർശബോധമുള്ളവർ, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ അത് തടയാൻ ശ്രമിക്കും. അത് ഇനിയും നടക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് അധികാര വടംവലിയുടെ പ്രശ്നം വരുന്നത്. ഇവിടെ മധ്യസ്ഥത്തെ എതിർത്തവരാരാണ്? ഈ ഭാഗത്തുള്ള ഒരാളും എതിർത്തിട്ടില്ല. ഈ പറഞ്ഞ ഹുസൈൻ മടവൂരിനെയും അസ്ഗർ അലിയെയും ഒക്കെ എടുത്ത കമ്മിറ്റി അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭൂമിയോയം താഴെയാണത്. എന്നിട്ടും അത് അംഗീകരിച്ചു. എന്റെ മധ്യസ്ഥം സ്വീകരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പലരും ദേഷ്യപ്പെട്ടപ്പോൾ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞു മിണ്ടരുത്. എന്താ കാരണം? മധ്യസ്ഥം സ്വീകരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരോ CP മടവൂർ അതുപോലെ 9 ആളുകൾ ഞാൻ മധ്യസ്ഥ പാനൽ ഞങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കി. ഞങ്ങളതിന് രാജിവെച്ചിരിക്കുന്നെന്ന് പ്രഖ്യാപിച്ചു. അവസാനം മധ്യസ്ഥ രേഖ വോട്ടിനിട്ടപ്പോൾ 2 വോട്ട് അധികം കിട്ടി. അപ്പൊ അതുവരെ പറഞ്ഞെന്താണ്? ഇത് ഖുർആൻ അനുസരിച്ചുള്ള മധ്യസ്ഥമല്ല, ഇത് ബിൽ അദിലല്ല, നീതിപൂർവമല്ല. ഞാൻ ചോദിക്കട്ടെ, നീതിപൂർവമല്ലാത്തൊരു തീരുമാനം, ഖുർആനിനെതിരായ ഒരു തീരുമാനം 2 ആൾ അധികം അനുകൂലിച്ചാൽ സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂല. ഖുർആനെക്കാളും വലുതിലേക്ക് 2 വോട്ടാണ്. അതിന്റെ ഫലം നിങ്ങളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിയും അനുഭവിക്കും. സുഹൃത്തുക്കളെ, ഇപ്പൊ പറയുന്നതറിയോ? ഇനി ഞങ്ങൾ വാദപ്രതിവാദത്തിനില്ല. എന്താ കോപ്പൊക്കെ കഴിഞ്ഞോ? വാദപ്രതിവാദത്തിന് നിങ്ങളെ നിർത്തും, ഞങ്ങള് വിടുകയില്ല. ഞങ്ങൾ പറഞ്ഞ വാദങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ ഇതുപോലുള്ള പരിപാടികൾ ഇതൊരു തുടക്കമാണ്. ISM അഡ്വോക്ക് കമ്മിറ്റി മാത്രമല്ല, ഇത് KNM MSM ഏറ്റെടുത്തിരിക്കുകയാണ്. ശാഖകൾ മുതൽ സംസ്ഥാന തലം വരെ ഇതുപോലെയുള്ള വിശദീകരണങ്ങൾ, ഞങ്ങൾ പറഞ്ഞിരുന്ന വാദമുഖങ്ങൾ തെളിവുകൾ കൊണ്ട് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടല്ലോ. അപ്പുറത്തുപോലെ പണ്ഡിത സുഹൃത്തുക്കൾ വരട്ടെ, വാദപ്രതിവാദങ്ങൾ നടക്കട്ടെ, ആളുകൾ കാര്യം മനസ്സിലാക്കട്ടെ. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ പോലെയൊന്നുമില്ല. സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒക്കെ ഇതിനടുത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ മനസ്സിലാക്കിയത് വാദപ്രതിവാദങ്ങളിലൂടെ തന്നെയാണ്. നിങ്ങളുടെ തനിലവും അങ്ങനെ തന്നെ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് വാദപ്രതിവാദത്തിൽ നിന്ന് പറഞ്ഞ് കൈ കഴുകാൻ മെനക്കെടണ്ട. കിട്ടിയതുമായിട്ട് സുഖമായി ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. നടക്കാൻ പോകുന്ന കാര്യമല്ല. അദ്ദേഹം പറയുന്നു 60% വരുന്ന ആളുകൾ എന്റെ കൂടെയാണ്. ആയിക്കോട്ടെ, പിന്നെ മൂപ്പരിൽ എന്ന് പറയും തെരഞ്ഞെടുപ്പ് നടത്തണം. നടത്തിപ്പോളൂ, നിങ്ങളല്ലേ പുതിയ KNM. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി 1 കൊല്ലം കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 1 കൊല്ലം കൂടി നീട്ടാനും പറ്റും, 6 മാസം കൂടി നീട്ടാനും പറ്റും. നടത്തട്ടെ തെരഞ്ഞെടുപ്പ്. 60% ഉണ്ടെന്ന് പറഞ്ഞ ആൾക്ക് എന്തിനാണിത്ര വേജാറ്? ആ ശാഖാതലം മുതൽ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണം. അപ്പൊ തനിക്ക് തന്നെ സംശയം, താൻ വ്യാജനാണോ എന്ന്. അതല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഇതൊന്നും വെറുതെ പറയുന്നതല്ല. പത്രക്കാര് ചോദിച്ചു, ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾ 80 പിന്നെ എന്നെ ഇപ്പൊ 60 20% എവിടെ പോയി? അപ്പൊ പറഞ്ഞു, ആദ്യം പറഞ്ഞ 80 ജനങ്ങളാണ്, പിന്നെ പറഞ്ഞ 60 കൗൺസിലർമാരാണ്. ഓ ശരി, അപ്പൊ ഈ ജനങ്ങളെ പ്രതിനിധീകരിച്ചല്ലേ കൗൺസിലർമാര് വരിക? പത്രക്കാരന്റെ സംശയം ഉരുണ്ടു. സുഹൃത്തുക്കളെ, എത്രയെത്ര ഉരുളിച്ചകൾ. അപ്പൊ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പത്രം വായിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള മുജാഹിദുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ ഇവരെ പറഞ്ഞിരുന്നു സത്യമായിരുന്നുവെന്ന്. ഞങ്ങൾ കുറച്ച് ആളുകൾ ഇത് പറഞ്ഞപ്പോ ഞങ്ങളെ പേപ്പട്ടിയെപ്പോലെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞവരും പ്രസംഗിച്ചവരും ഈ നാട്ടിലുണ്ട്. ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. നാഥാ, സത്യം നീ തെളിയിച്ചിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ നീ രക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കൈകൾക്ക് നീ ശക്തി പകരണമേ തമ്പുരാനെ. ഞങ്ങൾ കുറച്ചാളുകൾ, ആളില്ല, അർത്ഥമില്ല, ഞങ്ങൾക്ക് ഗൾഫിൽ പോയി വാരി കൊണ്ടുവരാൻ പ്രോജക്റ്റുകളില്ല. പക്ഷേ ഞങ്ങൾക്കുള്ളത് ആദർശ ശുദ്ധിയുള്ള ആത്മാർത്ഥതയുള്ള പ്രവർത്തകരാണ്. അവരുടെ കരങ്ങൾക്ക് നീ ശക്തി പകരണമേ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സുഹൃത്തുക്കളെ എനിക്ക് സംസാരിക്കുവാനുള്ളത്. ISMന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് 100ഓളം പരാതികൾ കിട്ടി. എന്നിട്ടോ KNMന്റെ TP വിളിച്ചിട്ട് പറഞ്ഞു, 5 പേരെ നോമിനേറ്റ് ചെയ്യാമെന്നുണ്ടല്ലോ, ആ 5 പേരെങ്കിലും മറുപക്ഷത്തുള്ളവരെ നിങ്ങൾക്ക് എടുത്തുകൂടെ? ന്യായമല്ലേ സുഹൃത്തുക്കളെ? 105 107 വന്നപ്പോ 105-ലെ 12 കമ്മിറ്റിയിലുണ്ട്. ഏതെങ്കിലും രാജ്യത്തുണ്ടാവും അങ്ങനെ? 107 കിട്ടിയാൽ 107 മാത്രം കമ്മിറ്റി ഉണ്ടാക്കുക. ഇത് 105-ന് 9 12 കൂട്ടി പ്രധാനപ്പെട്ട 9 സ്ഥാനങ്ങൾ കൊടുത്തു അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടും ISMൽ 5 പേരെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതുപോലും ചെയ്തില്ല.
ഇവർ പറയുന്നു കേജയിൽ ഞങ്ങൾ ആരുമില്ല. കഴിഞ്ഞ 2 ടേമിൽ 4 വർഷമായ ISM-ൽ ഞങ്ങൾ ഒരാൾ പോലുമില്ല. ഒരു കോക്കസിന്റെ കയ്യിൽ അമർന്നിരിക്കുകയാണ്. ഗൂഢമായ കുതന്ത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് കുതന്ത്രങ്ങളിലൂടെ അത് പിടിച്ചെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ, ബലഹീനരായ ഞങ്ങളുടെ കരങ്ങളിൽ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം സഹായിച്ചാലും സഹകരിച്ചാലും നമുക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശവുമായി, ആദർശ പ്രചരണവുമായി ശക്തമായി മുന്നോട്ട് പോകാം. നമുക്ക് അകത്തും പുറത്തുമുള്ള ഇസ്ലാഹുണ്ട്, അത് നിങ്ങൾ മറക്കരുത്. പുറത്തുള്ള ഇസ്ലാഹി നിർത്തിവെച്ചുകൊണ്ടല്ല അകത്തുള്ള ഇസ്ലാഹ്, രണ്ടും ഒരേ രൂപത്തിൽ കൊണ്ടുപോകണം. വേനൽക്കാലമാണ് വരുന്നത്, ആരും ഇനി ഉറങ്ങരുത്. ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനം, സുഹൃത്തുക്കളെ, ഇത് തകരുന്നതിൽ കഷ്ടപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു വളർന്നു നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ വന്ന് പ്രസിഡന്റ് സെക്രട്ടറി ആകുന്നവർക്ക്, വിരിച്ചയിൽ കിടക്കുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. വിരിക്കാൻ പാടുപെട്ടവർ ഇവിടെ ഉണ്ട്. അവരെ ഉറക്കം തൂങ്ങികളെന്ന് ആക്ഷേപിച്ച് ഈ പ്രസ്ഥാനത്തെ ഭിന്നിപ്പിച്ചൊരു കഷ്ടം കൊണ്ട് പോകുന്നവർ ഒരിക്കലും ഇസ്ലാഹി കേരളത്തിന് അവർക്ക് മാപ്പ് കൊടുക്കുകയില്ല. അതിന് തെളിവാണ് ഇവിടെ കൂടിയ ആയിരക്കണക്കിന് വരുന്ന യുവജനങ്ങൾ. അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, നാഥാ, നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു. ഇനിയും നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടാകണമേ. ഈ ആദർശ പ്രസ്ഥാനത്തെ തകരാതെ തളരാതെ നിലനിർത്താൻ ഈ നേതൃത്വത്തിന് നീ ഇച്ഛാശക്തിയും കഴിവും കണ്ടേടവും നൽകണമേ. ഞങ്ങൾക്ക് ഒരുമയോട് ഒത്തൊരുമിച്ച് ഇസ്ലാഹി ആദർശ പ്രചരണത്തിലേക്ക് തുറച്ചു നിൽക്കാൻ നാഥാ നീ തൗഫീഖ് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാറ അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, മാന്യ മഹാജനങ്ങളെ, ദീർഘമായ ഒരു സംസാരത്തിന് ഈ അവസരം ഏതായിരുന്നാലും ഉചിതമല്ലാത്തത് കൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഐക്യവും രഞ്ജിപ്പും വേണം എന്നതിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കിടയിലാണ് യഥാർത്ഥമായ ഐക്യവും രഞ്ജിപ്പും നിലനിൽക്കുക? വിശ്വാസത്തിലും മാർഗരീതിയിലും അഖീദയിലും മൻഹജിലും യോജിക്കുന്നവർക്കിടയിലാണ് യഥാർത്ഥത്തിൽ ഐക്യം സാധ്യമാകുക. എന്നാൽ വിശ്വാസപരമായ കാര്യങ്ങളിലും മൻഹജിലും വ്യത്യസ്തമായ വീക്ഷണങ്ങളും ചിന്താഗതികളും വെച്ചു പുലർത്തുന്നവർക്കിടയിലുള്ള ഐക്യം അത് പ്രയാസകരമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ സംഭവിച്ചതും യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു. എന്താണ് ഭിന്നതയുടെ കാതൽ? പലരും അന്വേഷിക്കാറുണ്ട്. പക്ഷേ ഭിന്നതയുടെ കാതൽ മറച്ചു പിടിക്കാനാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇസ്ലാമിക വിശ്വാസ സംഹിതയുടെ ഏറ്റവും കാതലായി പരിഗണിക്കപ്പെടുന്ന ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദ്, അതാണ് ഈമാൻ. ഈമാനിന്റെ കാതൽ എന്ന് ഒരു ഭാഗം പറയുമ്പോൾ മറുഭാഗം പറയുന്നത്, പ്രചരിപ്പിക്കുന്നത് തൗഹീദല്ല ഈമാൻ എന്നാണ്. സ്വാഭാവികമായും അവിടെ ഭിന്നത തലപൊക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരു വിഭാഗം പറയുന്നത് മതാധിഷ്ഠിത ഭരണം അഥവാ തിയോക്രസിക്ക് വേണ്ടിയാണ് ഇസ്ലാം നിലകൊള്ളുന്നത്, മതരാഷ്ട്രവാദത്തിനു വേണ്ടിയാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. ആ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന, തിയോക്രസി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സർവസാരാംശമായിരിക്കുന്ന തൗഹീദിൽ തന്നെ ഉൾപ്പെടുന്നതാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. അത് തെറ്റാണോ, അബദ്ധമാണോ, തീവ്രവാദപരമാണ്, ഇസ്ലാമിന് അന്യമാണ്, അസ്വീകാര്യമാണ് എന്നൊരു വിഭാഗം പറയുന്നു. സ്വാഭാവികമായും പ്രശ്നം ഗൗരവമുള്ളതാണ്. അവിടെ അഭിപ്രായ വ്യത്യാസം തലപൊക്കുമെന്നത് ഉറപ്പാണ്. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ മുഴുവനായി നിർവചിക്കുന്ന നിയമപ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്.
വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അതിന്റെ ഔദ്യോഗികമായ ഭാഷ്യം ആരാണ് പറയേണ്ടത്, ഓരോരുത്തരും അവനവന്റെ തനക്ക് തോന്നുന്നത് അപ്പപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പറയുക എന്നൊരു ഭാഗം പറയുന്നു. എന്നാൽ മറുവിഭാഗം പറയുന്നു, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും തത്വങ്ങൾക്ക് ഭാഷ്യം നൽകേണ്ടത് പ്രവാചക തിരുമേനിയാണ്. അതിന്റെ പ്രായോഗികമായ രീതി കാണിക്കേണ്ടത് ഉത്തമരായ 3 തലമുറക്കാരാണ് എന്നൊരു വിഭാഗം പറയുന്നു. സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസം അവിടെയും തലപൊക്കുക ഉണ്ടായിത്തീരുന്നതാണല്ലോ. അതുപോലെ തന്നെ ഒരു വിഭാഗം പറയുന്നു, ഞങ്ങൾ സ്നേഹിക്കുന്നു, സ്നേഹിക്കണമെന്ന് പറയുന്നു. ഭംഗിയുള്ള വാക്കാണ്. സ്നേഹിക്കണം, സ്നേഹിക്കുന്നു, സ്നേഹിക്കണമെന്ന് പറയുന്നു എന്നല്ല. ഞങ്ങൾ പറയുന്നത് എന്തായിരുന്നു? മതപരിവർത്തനം നടത്തേണ്ടത്, മതപ്രബോധനം നടത്തേണ്ടത് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തുകൊണ്ടാണ്. ഗൾഫിൽ പോയും അല്ലാതെയും പൈസ പിരിച്ചെടുക്കുക, എന്നിട്ട് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക, എന്നിട്ട് മതപരിവർത്തനവും മതപ്രബോധനവും നടത്തുക എന്നൊരു വിഭാഗം പറയുമ്പോൾ, സാമ്പത്തിക സഹായം ഒരു മനുഷ്യന്റെ നല്ല മനസ്സിന്റെ ഉപോൽപ്പന്നമായി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ ഒഴുകിയെത്തേണ്ട ദീനാനുകമ്പയുടെ ഭാഗമാണ്. അതിലൂടെ മതപരിവർത്തനമോ മതപ്രബോധനമോ ഉദ്ദേശിക്കേണ്ടതില്ല എന്നൊരു വിഭാഗം പറയുന്നു. ഇതാണ് വ്യത്യാസം. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന ഭംഗിവാക്കിൽ ഒതുക്കുന്നത് എന്താണ്? സാമ്പത്തിക സഹായത്തിലൂടെ മതപരിവർത്തനം നടത്തണം, മതപ്രബോധനം നടത്തണമെന്ന്. അത് വേണ്ടതില്ല, അത് തെറ്റായ നടപടിയാണ് എന്ന് മാത്രം ഇസ്ലാം മനുഷ്യന്റെ ബുദ്ധിയോടാണ് സമ്മതിക്കുന്നത്. മനുഷ്യന്റെ ആമാശയത്തോട് സമ്മതിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം അതുമാത്രം പറഞ്ഞുവെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നബിചര്യ അത് പ്രയോഗവൽക്കരിക്കുന്നതിൽ കണിശത വേണമെന്നൊരു വിഭാഗം പറയുമ്പോൾ, നബിചര്യ എങ്ങനെയുമാകാം, അതിന്റെ പ്രയോഗവൽക്കരണത്തിൽ യാതൊരു കണിശതയും ആവശ്യമില്ല എന്ന് മറുവിഭാഗം പറയുന്നു. ഇവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ തലപൊക്കുന്നത്. ഇത് കൃത്യമായി പ്രചരിച്ചപ്പോൾ, പ്രചരിപ്പിക്കുവാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ, ബഹുമാന്യരായ മർഹൂം കെ ഉമർ മൗലവിയെ പോലെയുള്ള, NP അബ്ദുൽ ഖാദിർ മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ഗുണകാംക്ഷയോടുകൂടി, സാഹോദര്യ ബുദ്ധിയോടുകൂടി അത് തെറ്റാണ്, തിരുത്തണം എന്നാണ് പറഞ്ഞത്. ആരോപണം, ആദർശ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആരോപണം ആദ്യമേ തുടങ്ങിയതല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് പിഴച്ചുവെങ്കിൽ തിരുത്തുവീൻ, ഇത് തെറ്റാണ് എന്ന് വളരെ സൗമനസ്യപൂർവം സാഹോദര്യ ബുദ്ധിയ ഗുണകാംക്ഷയോടുകൂടി തിരുത്താൻ ശ്രമിച്ചപ്പോൾ, അല്ല, ഇത് ശരിയാണ്, തൗഹീദ് ഈമാനല്ല, നമുക്ക് മതരാഷ്ട്രവാദം തന്നെയാണ് വേണ്ടത്, ഖുർആനിനും സുന്നത്തിനും നമ്മുടെ ബുദ്ധിക്കനുസരിച്ച വ്യാഖ്യാനമാണ് നാം നൽകേണ്ടത്, സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തുകൊണ്ടാണ് മതപരിവർത്തനവും മതപ്രബോധനവും നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മതപ്രബോധനത്തിന് വേണ്ടി രഹസ്യ സ്വഭാവമുള്ള വളണ്ടിയർ കോർ പോലെയുള്ള സ്വകാര്യ സംഘടനകൾ ഉണ്ടാക്കിയേ പറ്റൂ എന്നിങ്ങനെ അതാണ് സത്യമെന്ന് വാദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആദർശ വ്യതിയാനമെന്നുള്ള ആരോപണമുണ്ടായത്. യഥാർത്ഥത്തിൽ ഇതിൽ വാശി പിടിച്ചു നിൽക്കുകയും അത് സമർത്ഥിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള മറുഭാഗത്തിന്റെ കടുത്ത പ്രയത്നങ്ങളാണ് ഇന്ന് കാണുന്ന ഈ ദുഃഖകരമായ സാഹചര്യങ്ങളിലേക്ക് എത്താനുണ്ടായത് എന്ന് നാം മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോഴെന്തുണ്ടായി? ഇത് തിരുത്തേണ്ടതിന് പകരം ISM എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ യുവജന വിഭാഗത്തെ സ്വകാര്യമായി മറ്റൊരു സംഘടനയാക്കി രജിസ്റ്റർ ചെയ്യുകയും മാതൃസംഘടനയിൽ നിന്ന് പിളർത്തുകയും എന്നിട്ട് മാതൃസംഘടനയെ തന്നെ വീണ്ടും പിളർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നടപടി ഇസ്ലാഹി കേരളം അനുവദിക്കില്ല, മുസ്ലിം കേരളം അനുവദിക്കില്ല, മതങ്ങളുടെയും ധർമ്മ സദാചാര പദ്ധതികളുടെയും ചരിത്രം അനുവദിക്കില്ല എന്ന് ഈ യോഗം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും വലിയ കടപ്പാട്, നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ ജീവൻ നൽകിയത്, നമ്മൾ രക്തം നൽകിയത്, മജ്ജ നൽകിയത്, മാംസം നൽകിയത്, നമ്മുടെ ആത്മാവ് നമ്മൾ നൽകിയത് ചിരന്തരമായി നമ്മൾ നിലനിർത്തിപ്പോന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ ചിരന്തരമായ മൂല്യങ്ങൾ ഇവിടെ തകർക്കപ്പെടുമ്പോൾ അത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമെന്ന നിലക്കെടുത്ത നടപടികൾ ഏതൊക്കെയോ ചില ദുഷ്ടശക്തികളെ പ്രകോപിപ്പിച്ചുവെങ്കിൽ അവർ സംഘടന പുലർക്കാൻ ശ്രമിച്ചാൽ കാലം അവർക്ക് തിരിച്ചടി നൽകും, തിരിച്ചടി നൽകി കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ നിദർശനമാണ്, ഒരു ദൃഷ്ടാന്തമാണ് ഈ യോഗമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സത്യത്തെ
വിജയിപ്പിക്കുന്നതിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള തൗഫീഖും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസിന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഭിനന്ദരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇസ്ലാഹി പ്രവർത്തകരെ, എനിക്കൊന്നും സംസാരിക്കാനില്ല. ഈ മൈക്കിന് മുമ്പിൽ നിന്നിട്ട് ഈ നിറഞ്ഞ സദസ്സ് കണ്ണിറയെ ഒന്ന് കാണുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ISM വർഷങ്ങൾക്ക് മുമ്പ് വളണ്ടിയർ കോർ എന്ന് പറയുന്ന ഒരു സംഘടന പിടിച്ചെടുത്ത് സ്വന്തമാക്കിയത് നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ISM ഒരു പോറലും ഏറ്റിട്ടില്ല. KNM പോഷക ഘടകമായിക്കൊണ്ട് ഇസ്ലാഹി ആദർശമനുസരിച്ച് സയ്യിദ് മുഹമ്മദ് ഷാക്കിറിന്റെയും CP സലീമിന്റെയും പിന്നിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ISM 10,000 ചെറുപ്പക്കാരുണ്ട് എന്ന് തെളിയിക്കുന്ന ഈ മഹാസമ്മേളനത്തിന് മുമ്പിൽ ഒരു മിനിറ്റ് നിൽക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നോക്കുന്നത് വൈകുന്നേരം ആ പട്ടാളപ്പള്ളിയുടെ മിനാരത്തിലേക്കാണ്. അത് സന്തോഷം കൊണ്ട് പൊട്ടിപ്പൊട്ടി ചിരിക്കുകയാണ്. ഈ സംഘടനയെ താറടിക്കുവാൻ വേണ്ടി, ഇതിനെ നശിപ്പിക്കുവാൻ വേണ്ടി, ഈ ആദർശത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് 100 കൂട്ടം ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിച്ച, അതിന്റെ സംഘാടകർ പോലും അറിയാതെ ഈ സംഘടന നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് 100 കൂട്ടം തോന്നിവാസങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയ ആ പട്ടാളപ്പള്ളിക്കെങ്ങാനും നാവുണ്ടായിരുന്നുവെങ്കിൽ അത് പൊട്ടിക്കരയുമായിരുന്നു, വിളിച്ചു പറയുമായിരുന്നു. പക്ഷെ അത് നാവില്ലാത്തത് കൊണ്ട് ഇന്നത് മൗനിയായും കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് കണ്ണുനീരോട് കൂടിയിട്ട് വിവരിക്കാൻ സമയമില്ല. അതിന്റെ മുകളിൽ വെച്ചിട്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇന്നോളം ആരും കേൾക്കാത്ത രൂപത്തിലുള്ള വൃത്തികേടുകൾക്ക് അവരതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഘടനയെയും ഇതിന്റെ തലമുതിർന്ന നേതാക്കന്മാരെയും കരിവാരിത്തേക്കുവാനും തേജോവധം ചെയ്യുവാനും വേണ്ടിയിട്ട്, അവരെ അവമതിക്കുവാൻ വേണ്ടിയിട്ട് നുണ പറയൽ മത്സരങ്ങൾ വരെ നടത്തിയെന്ന് പറഞ്ഞപ്പോ എന്റെ നേതാവ് ബഹുമാനായ പ്രസിഡന്റ് TP അബ്ദുൽ ഖാദർ മദനി സാഹിബ് എന്നെ വിളിച്ചോടി ഞമ്മിത്തുള്ളി ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോ. അദ്ദേഹത്തിന് വരെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, നുണ പറയൽ മത്സരം നടത്തിയിട്ട് സമ്മാനം കൊടുത്ത് എങ്ങനെ നേതാക്കന്മാരെ എഴുതി കാണിക്കാൻ സാധിക്കും, എങ്ങനെ അവരെ മുക്കിലിരുത്താൻ സാധിക്കുമെന്നതിന് ട്രെയിനിങ് കൊടുത്ത വളണ്ടിയർ കോർ അംഗങ്ങളെ കൊണ്ട് നുണ പറയൽ മത്സരം നടത്തിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ നേതാക്കൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നുണ പറയൽ മത്സരത്തിൽ 1ാം സമ്മാനം 6 സോപ്പും പെട്ടിയും 6 റക്സോണ സോപ്പും ഏറ്റുവാങ്ങിയ 1ാം സ്ഥാനക്കാരൻ സ്റ്റേജിന്റെ പിറകിലുണ്ട്. വിളിക്കാനും സംസാരിക്കാനും സമയമില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്, നീ നാറിയാണ്, നീ വൃത്തികെട്ടവനാണ്, 6 സോപ്പല്ല 6000 സോപ്പ് തേച്ച് കുളിച്ചാലും നീ വൃത്തിയാവുകയില്ല എന്നല്ല ഈ സോപ്പിന്റെ അർത്ഥം എന്ന് അദ്ദേഹം ചിന്തിച്ചതാവാം. അദ്ദേഹം എന്നോടിപ്പോ ഒന്ന് പറഞ്ഞു, ഞാൻ ആലോചിക്കുന്നിടത്തോളം എനിക്ക് പ്രയാസം കൂടിക്കൂടി വന്നു. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ എങ്ങനെ പൊറുപ്പിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് നിങ്ങൾ വേദി തരുമോ ഈ തോന്നിവാസങ്ങൾ വിളിച്ചു പറയാൻ? പക്ഷെ ഒരു നിലക്കൂടെ സമയമില്ല. ഈ നിലക്കുള്ള എല്ലാ ഏർപ്പാടുകളും ഇതിന്റെ മുകളിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. പട്ടാളപ്പള്ളിയുടെ മിനാരം ഇന്ന് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എനിക്കിത് മാത്രം കണ്ടാൽ മതി. ഈ സംഘടന തകരുകയില്ല, തളരുകയില്ല, പിളരുകയില്ല. ഇതിൽ ഒരുപാട് രൂപങ്ങളെ വഹിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനമാകുന്ന കപ്പല് ഒരുപാട് ഇന്ധനം ചെലവാക്കിക്കൊണ്ട് ഒരുപാട് രൂപങ്ങളെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിൽ രൂപങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. യാഥാർത്ഥ്യങ്ങളുടെ കൂടെ 10,000 അണിനിരന്നിരിക്കുന്നു. ഇനി ആ കളിമണ്ണുകൾ ഉണ്ടാക്കിയ രൂപങ്ങൾ നമുക്ക് തച്ചുടക്കാം, തച്ചു തകർക്കാം. അതിനുവേണ്ടി ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ പറയുവാനുള്ളത്. മനുഷ്യന് മാത്രം അല്ലാഹു കൊടുത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഒരു ജീവിക്കും അല്ല കൊടുത്തിട്ടില്ല. എന്താണത്? അത് ഹുർരിയത്തുൽ ഇഖ്തിയാരിയാണ്.
തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതൊരു പക്ഷിക്കോ പറവക്കോ ഇടജന്തുക്കൾക്കോ ഒന്നിനും കൊടുത്തിട്ടില്ല. തെരഞ്ഞെടുക്കാനുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമാണ് കൊടുത്തത്. ഏതാണ് നീതി, ഏതാണ് അനീതി, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഏതാണ് ആദർശം, ഏതാണ് ആദർശ വ്യതിയാനം എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് റബ്ബ് കൊടുത്തത്. അതിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അതിനപ്പുറത്ത് മറ്റൊന്നുണ്ട്. അത് ഹുർരിയത്തുൻ മസ്ഊലിയ കൂടിയാകുന്നു. ഹുർരിയത്തുൻ ഇഖ്തിയാരിയാണെങ്കിൽ ഹുർരിയത്തുൻ മസ്ഊലിയയാണ്. നീ എന്തുകൊണ്ട് ഇന്നത് തെരഞ്ഞെടുത്തില്ല, എന്തുകൊണ്ട് നീ ഇന്നത് തെരഞ്ഞെടുത്തു, അതുകൊണ്ട് നിനക്ക് എന്ത് ലാഭം കിട്ടി, അതുകൊണ്ട് പ്രസ്ഥാനത്തിന് നഷ്ടം സംഭവിച്ചു എന്ന് ഓരോന്നിനും അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട നാളെ വരാൻ പോകുന്നുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി സത്യം കണ്ടാൽ അതിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുക. ആയിരങ്ങൾക്കിടയിൽ ഒരുവനായാലും ശരി ആദർശത്തിന് വേണ്ടി പടപെടുക, മരണം വരിക്കാൻ തയ്യാറാവുക ആ മാർഗത്തിൽ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർത്തിക്കൊണ്ട് ബഹുമാന്യ ജനറൽ സെക്രട്ടറിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഉപസംഹരിക്കുകയാണ്. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, യുവജനങ്ങളെ, സഹോദരന്മാരെ, ഈ യോഗം അതിൻ്റെ അവസാന നടപടിയിലേക്ക് നീങ്ങുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി കാര്യമായി എനിക്കൊന്നും പറയാനില്ല. പൊതുവെ ഈ നമ്മളെ സുഹൃത്തുക്കൾ വിചാരിച്ചത് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കാരണവന്മാരെ വൃദ്ധസദനത്തിൽ ആക്കുകയും എന്നിട്ട് അതിൻ്റെ മുമ്പിലൂടെ നടന്ന് അഹംഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യാം എന്നായിരുന്നു. ഏകദേശം അവർ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ എപ്പോഴും അങ്ങനെയാണ്. ദുശക്തികളും കുശുംബന്മാരും കണക്ക് കൂട്ടുന്നതിന് വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ വളരെ ദുഃഖത്തോടുകൂടിയും വളരെ വ്യസനത്തോടുകൂടിയും അല്പം വിഷമത്തോടുകൂടിയുമാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. ഇത്തരം സമ്മേളനങ്ങൾ, ഇതിലും വലിയ സമ്മേളനങ്ങൾ, നമ്മുടെ സ്റ്റേറ്റ് സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവസാന പ്രാസംഗികനായി ഞാൻ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടുകൂടി അഭിമാനത്തോടുകൂടിയാണ് അന്ന് ഞാൻ നിങ്ങളെ സമീപിക്കാറ്. ഇപ്പോൾ അത്ര അഭിമാനം എനിക്ക് തോന്നുന്നില്ല. പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മൗലവി പറഞ്ഞതുപോലെ ഒരു തേങ്ങലുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥത്തിൽ അതിനെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സ് തേങ്ങുന്ന സന്ദർഭത്തിൽ അതിൽ എനിക്ക് പങ്കുണ്ടോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നു. എന്റെ മനസ്സും കൂടെ തേങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ നേതൃത്വ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വേണ്ടത്ര സൂക്ഷ്മതയോടുകൂടി വീക്ഷിച്ചില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്, സംശയം തോന്നുന്നത്. പലപ്പോഴും എന്റെ സ്നേഹിതന്മാർ, എന്റെ സഹപ്രവർത്തകന്മാർ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്ത് ഈ ആളുകൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി, അതിന്റെ ആദർശത്തിന് അതിനെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി, അതിനെ ദിശാവ്യതിയാനം വരുത്തുന്നതിന് വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ആദ്യത്തിൽ ഞാൻ എന്റെ സ്നേഹിതന്മാരെ അവിശ്വസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് തോന്നുന്നതാകാം. നമ്മൾ ഒന്നായി പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അവരെ പറ്റി സംശയം തോന്നുന്നതാകാം. ഒരു ഘട്ടത്തിൽ എന്റെ സ്നേഹിതന്മാർ എന്റെ മുമ്പിൽ വെച്ച് പൊട്ടിക്കരയുകയുണ്ടായി. ഈ ആദർശ വ്യതിയാനം സംഭവിച്ച ആളുകൾ ഈ ആദർശത്തെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, ആ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ ആരോട് പറയണം എന്ന് ചോദിച്ച് അവർ കരയുകയുണ്ടായി. അപ്പോൾ ഞാൻ അവർ സമാധാനിപ്പിച്ചു. അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങളത് വിചാരിക്കുന്നത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാകാം എന്നൊക്കെ പറഞ്ഞു.
പക്ഷേ അവസാനം എന്തുണ്ടായി എന്ന് നമുക്ക് അറിയാം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പ്രസ്ഥാനത്തെ ആകെ നശിപ്പിക്കുകയും ധിക്കാരം കാണിക്കുകയും ചെയ്ത ഈ യുവ ഘടകത്തെ അതിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് നേതാക്കന്മാരെ അല്പകാലത്തേക്ക് മാറ്റി നിർത്തുക മാത്രം ചെയ്തപ്പോൾ ആകെ ഞങ്ങളെ തന്നെ പരിഹസിക്കുന്ന രീതിയിൽ നിങ്ങൾ ആരെയാണ് ഈ പിരിച്ചുവിട്ടത്? 2 കൊല്ലം മുൻപ് നിങ്ങളെ ഞങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ രീതിയിൽ പരിഹസിക്കുകയാണ് ഞങ്ങളോട് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവിടെ ആദർശത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെടാവുന്ന, ധീരമായി പറയാവുന്ന, ആരുടെ മുമ്പിൽ ചൂടിപ്പോകാതെ പറയാവുന്ന ഒരു കാര്യം പ്രവാചകന്മാരുടെ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യത്തിൽ മുൻഗണനയുണ്ടോ അത്താ കാര്യങ്ങൾക്കെല്ലാം മുൻഗണന നൽകുകയും ഏതെല്ലാം കാര്യത്തിന് തൃപ്തിയുമനുസരിച്ച് പ്രാധാന്യം നൽകേണ്ടതുണ്ടോ അത് മുഴുവൻ നൽകുകയും ചെയ്ത പോലുള്ള പ്രസ്ഥാനമാണ്. ഇപ്പോൾ നമ്മളെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിതന്മാർ പറയുന്നു, ഈ പക്വതയുള്ളവരും പക്വത ഇല്ലാത്തവരും തമ്മിലുള്ള തർക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ ആളുകൾക്ക് തോന്നുന്ന പക്ഷം എന്താണ്? ഈ പ്രായമുള്ളവർക്കായിരിക്കും പക്വത എന്നല്ലേ? പക്ഷെ അവരുദ്ദേശിച്ചത് പക്വത ഇല്ലാത്തവര് പ്രായമുള്ളവരാണ്. അതാണ് ഏറ്റവും വലിയൊരു പക്വത ഉള്ളവരും പക്വത ഇല്ലാത്തവരും തമ്മിലാണ് വ്യത്യാസം. ഇവിടെ തർക്കം. അപ്പൊ കണ്ടിരിക്കുന്നവർക്കും കേട്ടിരിക്കുന്നവർക്കും അത് ചെയ്യുന്ന ഈ ചെറുപ്പക്കാർക്ക് പക്വത ഉണ്ടാവൂല, വയസ്സന്മാർക്ക് കുറച്ച് പക്വത. അങ്ങനെയല്ല, പക്വത ഉള്ളവർ അവരാണ് പറഞ്ഞത്. ഞങ്ങളെ പിരിച്ചുവിട്ടവര് 2 കൊല്ലം മുമ്പ് പിരിഞ്ഞു പോയിട്ട് അവർ പറയാ ഇത് പക്വത ഇല്ലാത്ത ആൾക്കാർ അത് വൃദ്ധസദനത്തിലേക്കാണ് ഞങ്ങളെ തൊളിച്ചിരുന്നതെന്ന് ഞാൻ പറയാം. അവരെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുമ്പോ എന്താ സാധാരണ ഗതിയിൽ വേണ്ടത്? അതങ്ങനെ വന്നു പോയതാണ്, ഇനി സംഭവിക്കൂല. അതിന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഞങ്ങളെ തന്നെ പിരിച്ചു. ദർശം എന്നിട്ട് അവർ വേറെ സംഘടന ഉണ്ടാക്കി പോകുന്നതാണ്. അത് എന്താവാൻ പോകുന്നു, എങ്ങനെ ആവാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഈ ആരോപണം പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നാട്ടിലാകെ ബഹളമുണ്ടാക്കുകയും ഈ പിന്നെ തെരുവിൽ ഇരുന്ന് മുസ്ലിം ആളുകളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുണ്ടാക്കുകയും വാദപ്രതിവാദം നടത്തുകയും ചെയ്ത് ആകെ സംസ്കാരശൂന്യമായ ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾ വാദപ്രതിവാദം നടത്തിയില്ല. നിങ്ങളുണ്ടാവൂല, ഇതല്ലേ ഞങ്ങൾ ഈ തർക്കിക്കാൻ ഞങ്ങളെ പിരിച്ചുവിടാനും ഈ യുവഘടകം ഉണ്ടായതെന്താണ്? ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടാണ്. ആളുകൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന മുജാഹിദ് ഉണ്ടാവുമായിരുന്നു. അപ്പൊ പക്ഷേ ഖുർആൻ തന്നെ പറഞ്ഞ ജാതിയിൽ മുമ്പിലെത്തിയ ഇതിഹാസം ഏറ്റവും മാന്യമായ മാർഗത്തിലൂടെ അവരുമായി തർക്കിക്കാൻ, സത്യത്തെ എതിർക്കുന്നവരെ അത് എതിർത്തു, പ്രസംഗിച്ചു, ആളുകൾക്ക് ആദ്യമായി പറഞ്ഞു കൊടുത്തു, നമ്മളെ ഖനന പ്രസംഗം നടത്തി, വീണ്ടും വിശദീകരിച്ചു കൊടുത്തു. വാദപ്രതിവാദത്തിന് വെല്ലുവിളിയായി, ബഹളമായി, കയ്യേറ്റമായി വാദപ്രതിവാദം നടത്തി പ്രസംഗം അങ്ങനെ പോകണം. അങ്ങനെയാണ് ഈ ഇസ്രായേൽ പ്രസ്ഥാനം കേരളത്തിൽ പ്രചരിക്കുകയും ഇത്രയും വലിയ ജനസ്വാധീനം ഇവിടെ ആരോ പറഞ്ഞു വെച്ചതുപോലെ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ സുന്നികളൊക്കെ യഥാർത്ഥത്തിൽ പോവുക ചിലപ്പോൾ വിമാനാധനയിൽ എത്തിക്കൂടായില്ല, നിങ്ങൾ പഴയത് കേട്ടോ എന്ന് ചില ആളുകൾ ഉപദേശിച്ചു അത്രേ നമ്മളെ ചില സ്നേഹിതന്മാരെ. ആ രീതിയിൽ നമ്മളെ ഈ ആദർശത്തിന്, നമ്മളെ ഈ പ്രവർത്തനത്തിന്, നമ്മളുടെ ഈ നീക്കത്തിന്, സാംസ്കാരിക പ്രവർത്തനത്തിന് സാർവത്രിക അംഗീകാരം ലഭിച്ച ഒരു കാലം. അപ്പോഴാണ് നമ്മളെ കുട്ടികൾ പറയുന്നത് എന്താണ് ഒരു പക്വതല്ല, പക്വതല്ല. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട് നല്ല നിലക്ക് പെരുമാറുകയും സഹവർത്തിത്വത്തിൽ പെരുമാറുകയും ചെയ്തതിനാണ്. അതാണ് ഞങ്ങളെ കുറ്റം. യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിം സൗഹൃദ വേദിയിലെ ഏറ്റവും സജീവ പങ്കാളിത്തം വഹിക്കുന്ന ആളുകളാണ് നേതൃത്വ മുജാഹിദീൻ. അതിൽ എക്സിക്യൂട്ടീവ് എന്നാണ് ഞാൻ. പൊതുവെ നമ്മളെ പ്രസിഡന്റ് അതുപോലെയുള്ള ആളുകൾ അതിൽ അംഗങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് അവരുമായി ബന്ധപ്പെടുകയും യോജിക്കാവുന്ന പോയിന്റിൽ യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെതിരെ ചെറുപ്പക്കാർക്കിടയിലും വലുപ്പക്കാർക്കിടയിലും വളരെ കുശുമ്പോടുകൂടി മറ്റേ സുന്നികളുടെ അല്ലെങ്കിൽ അതുപോലെ തങ്കന്മാരുടെ
ആലയിൽ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ കെട്ടിയിരിക്കുന്നു എന്ന് ദുഷ്പ്രചാരങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് പക്വതല്ല എന്ന് പറയുന്നത്. ജനങ്ങളുമായി സഹവർത്തിത്വത്തിൽ വർത്തിക്കാൻ ഞങ്ങളാണ് എതിര് എന്ന് പറയുന്നു. സുന്നികൾ മാസം കാണുന്നില്ല, മാസമില്ലാത്ത ദിവസം. അപ്പോ നമ്മൾ മാസം കാണുമല്ലോ. ആ പെരുന്നാളും രണ്ടു ദിവസം വന്ന് ഇതെന്താണ് 2 പെരുന്നാളില്ലാത്തത് എന്ന് ഒക്കെ സുന്നികൾക്ക് വേണ്ടിയിട്ട് ഇവരെ മാറി നിൽക്കുക. അവരൊന്ന് കണ്ടിട്ട് അവര് കണ്ട് തലേദിവസം പെരുന്നാൾ കഴിച്ചെങ്കിലേ നമുക്ക് മാറിയിക്കാൻ പറ്റുള്ളൂ. അവരും മാസമില്ലാത്ത ദിവസം മാസം കാണുന്നില്ല. അവരെ ആ രീതിയിൽ ഒരു ബോധവൽക്കരിക്കുന്നതിൽ ഇസ്ലാമിക പ്രസ്ഥാനം വിജയിച്ചു കാണുമ്പോൾ ഇങ്ങനെ പരിഹസിക്കാതെ എന്താ മതി. ഞാൻ എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാൻ യഥാർത്ഥത്തിൽ വിഷമമുണ്ട്. കാരണം ഞാൻ ദുഃഖിതനാണ്. ഞാൻ നെഹ്റുത്തുൽ മുജാഹിദ് ജനറൽ സെക്രട്ടറി എന്നവർക്ക് അങ്ങേയറ്റത്തെ മനോവധയോടുകൂടിയാണ് ഞാൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. എന്നാലും നെഹ്റുത്തുൽ മുജാഹിദിന്റെ ഈ നേതൃത്വത്തിനെതിരിൽ നമ്മളെ കുട്ടികൾ തന്നെ ചെയ്തിട്ടുള്ള ഈ ക്രൂരകൃത്യം കാണുമ്പോൾ ഏത് ആളും ചിരിച്ചു പോകാവുന്ന അത്ര തമാശയായി മാറിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ തൗഹീദ് മാത്രം പറഞ്ഞാൽ മതി. മറ്റേ മാറാട് തല്ലുണ്ടായപ്പോ കുഴപ്പമുണ്ടായപ്പോ അവിടെ പോയി തൗഹീദ് പറയണോ, നാദാവത്ത് തൗഹീദ് പറയണോ? ഇത് ഏത് ഒരു മുജാഹിദ് കൂട്ടത്തിലെ ഏറ്റവും മന്ദബുദ്ധിയോട് പറഞ്ഞാൽ പോലും അയാൾക്ക് ചിരി വരും. തൗഹീദിന്റെ പ്രാധാന്യം നൽകണം, മറ്റുള്ളതിന് അതിൻ്റെതായ പ്രാധാന്യം നൽകണം എന്ന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം വെക്കാലോ പറഞ്ഞത്. അല്ലാതെ എല്ലാവരും പോയി എന്നിട്ടോ എവിടെയെങ്കിലും ഒരു ബഹളം എന്ന് കേട്ടാൽ അവിടെ ഞാനും ചെന്ന് വരുത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കലില്ല. അതേ അവസരത്തിൽ അവരെ സഹായിക്കാൻ ഞങ്ങൾ ഒരിക്കലും മടിക്കാറില്ല. നാദാവത്ത് കുഴപ്പമുണ്ടായപ്പോൾ അവിടുത്തെ നേതാക്കന്മാരുമായി മുജാഹിദ് പ്രവർത്തകന്മാരുമായി ബന്ധപ്പെടുകയും അയാൾ മുഖേന ഞങ്ങൾ സഹായം വിതരണം ചെയ്യുകയും ചെയ്തു. കൊടി പിടിച്ചിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫറായിട്ട് പോയിട്ടില്ല. അത് ഞങ്ങളുടെ ശീലമല്ല. അതുപോലെ പിന്നെ ഗുജറാത്തിൽ ഉണ്ടായി. ഗുജറാത്തിൽ ആദ്യം ഉണ്ടായിരുന്നവർ 14,30,000 രൂപ സമാഹരിക്കുകയും അതവർക്ക് ഏറ്റവും ആവശ്യപ്പെട്ട സ്ഥലത്തെത്തിക്കാൻ ഞങ്ങൾ സാധിക്കുകയും ചെയ്തു. പത്രക്കാരെ ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ ഫോട്ടോഗ്രാഫർമാരെ തെളിവില്ല. ആ സംഗതികൾ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഓരോ സന്ദർഭത്തിലും ഇപ്പോഴത്തെ ഗുജറാത്ത് സംഭവത്തോടനുബന്ധിച്ചും ഞങ്ങൾ ഞങ്ങളുടേതായ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ലേശത, ഇത് 1987 കുറ്റിപ്പുറം സമ്മേളനത്തോടനുബന്ധിച്ച് ആ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയങ്ങളുടെ കോപ്പിയാണ്. 15 പ്രമേയം അത് അംഗീകരിക്കുകയുണ്ടായി. നിങ്ങൾ എവിടെയെങ്കിലും അത് സംഘടിപ്പിച്ച് വായിച്ചു കേട്ടി. അത് വായിക്കണമെന്നില്ല, അവർക്ക് കൊടുത്താലും മതി. അതിന് ഒന്നാമത്തെ പ്രമേയം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ്. രണ്ടാമത്തെ പ്രമേയം പിന്നെ ഈ അതുപോലെ തന്നെ മുസ്ലിംകൾക്കിടയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പിന്നോക്കാവസ്ഥയെ സൂചിപ്പിക്കുകയും ആ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം എന്നുള്ള നിരക്ക് ഉള്ള നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്തു. അതിലെ ഒരു നിർദ്ദേശം മാത്രം ഞാൻ നിങ്ങൾക്ക് വായിക്കാം. സ്വന്തം വീടിന്റെ അതെത്ര ചെറുതായിരുന്നാൽ പോലും നിർമ്മാണാവസരത്തിൽ തന്നെ കുട്ടികളുടെ പഠന സൗകര്യത്തെ സംബന്ധിച്ച ചിന്ത നമുക്ക് ഉണ്ടാകണം. മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ സജ്ജമാക്കുന്ന കോച്ചിങ് സെന്ററുകൾ എല്ലാ മഹല്ലത്തുകളിലും ആരംഭിക്കണം. അതിനായി മദ്രസകൾ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കും. അല്ല, പിന്നെ മൂന്നാമത്തെ പ്രമേയം സ്ത്രീധനത്തിനെതിരാണ്. ശക്തമായ പ്രമേയം സ്ത്രീധനത്തിനെതിരെ. നാലാമത്തെ പ്രമേയം ആഭരണഭ്രമം. ആഭരണഭ്രമത്തെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ആഭരണങ്ങൾ സ്ത്രീധനത്തോളമോ അതിലധികമോ സമൂഹത്തെ ദ്രോഹിക്കുന്ന ഒരു തിന്മയാണ് ആഭരണഭ്രമം. ലഭ്യമായ സ്വർണത്തിന്റെ 3/4 ഭാഗവും ഇന്ത്യയിൽ ആഭരണങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു.
രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന കള്ളക്കടത്തുകളും സാമ്പത്തിക കുറ്റങ്ങളും വർദ്ധിക്കുന്നുവെന്നതിന് പുറമെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുക എന്നത് രക്ഷിതാക്കൾക്ക് താങ്ങാനാവാത്ത ഭാരമായി തീരുകയും ചെയ്യുന്നു. വധുഗ്രഹങ്ങളിലും സ്ത്രീ പീഡനങ്ങളിലും സ്ത്രീധനത്തോളം തന്നെ ആഭരണഭ്രമവും പങ്കുവഹിക്കുന്നു. അഭ്യസ്ത വിദ്യകളായ സ്ത്രീകളിൽ ആഭരണം അണിയാനുള്ള ഭ്രമം കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ആഭരണം സമ്പാദിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നതിൽ മറ്റൊരു സ്ത്രീകളുടെയും മുൻപന്തിയിൽ തന്നെയാണവർ. മുസ്ലിം സ്ത്രീകൾ ആപേക്ഷികമായി കൂടുതൽ ആഭരണ ബ്രഹ്മക്കാരാണ്. അതുകൊണ്ട് സ്ത്രീധനത്തിനെതിരെന്ന പോലെ ആഭരണ ബ്രഹ്മത്തിനെതിരും ബോധവൽക്കരണവും നിയമ നടപടികളും ആവശ്യമാണ്. ഒരു തുടക്കമെന്ന നിലയ്ക്ക് ആഭരണങ്ങൾക്ക് രജിസ്ട്രേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് ഈ സമ്മേളനം കരുതുന്നു. രജിസ്ട്രേഷൻ ഇല്ലാത്ത ആഭരണങ്ങൾ അനധികൃതമായി കണക്കാക്കിയാൽ തന്നെ അതൊരു നല്ല പ്രേരണയായിരിക്കും. ഈ സാധ്യതകൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യണമെന്ന് ഗവൺമെന്റിനോടും ഇത് സംബന്ധിച്ച് നിരതരാകണമെന്ന് മത സാമൂഹിക പ്രവർത്തകരോടും കഴിവതും ആഭരണഭ്രമം ഉപേക്ഷിക്കാൻ ശ്രമിക്കണമെന്ന് സ്ത്രീ സമൂഹത്തോടും ഈ സമ്മേളനം അഭ്യർത്ഥിക്കുന്നു. അതെന്താ, ഞങ്ങളിതൊക്കെ പറയുമ്പോ കുട്ടികൾ വെച്ച് നടക്കുന്ന വിചാരിച്ച് അവരുടെ അന്നെ പൂട്ടി വെച്ചിട്ട് ഞങ്ങൾക്ക് തൊഴിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. യുവാക്കളാണ് ഈ കാര്യം മറ്റു ഘടകങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. പിന്നെ പുതിയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ വർഗീയ കലാപങ്ങൾക്ക് അറുതി വരുത്തുക, ഇന്ത്യയിലെ സൽപ്പേര് നിലനിർത്തുക, അതുപോലെ തന്നെ മദ്യപാനത്തിന് എതിരുള്ള ഇതുണ്ട്, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിനെതിരിൽ പൊരുതാൻ വേണ്ടിയുള്ള ആഹ്വാനമുണ്ട്. അത് മാത്രമല്ല സക്കാത്ത് പ്രവർത്തനവും അതുപോലെ ഫിത്ർ സക്കാത്ത് പോലെ തന്നെ സക്കാത്ത് പ്രവർത്തനവും പിന്നെ ഇതാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാനും സാർവത്രികമാക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ വേണ്ടി പ്രവർത്തകന്മാരോടുള്ള പിന്നെ ആഹ്വാനമുണ്ട്. ഇനി മറ്റൊന്ന് മറ്റൊരു പ്രമേയത്തിൽ ജാതി മത ഭേദമന്യേ തങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും അങ്ങനെ മുജാഹിദുകളുമായുള്ള അയൽബന്ധം പട്ടിണിക്കെതിരെയുള്ള ഇൻഷുറൻസിന് തുല്യമാണെന്ന് തെളിയിക്കുവാനും മുജാഹിദുകളോട് ഈ സമ്മേളനം നിർബന്ധമായും ആവശ്യപ്പെടുന്നു. ഇവരൊക്കെ 50 കൊല്ലം കഴിഞ്ഞാലേ ഈ ജാതി ഒരു ആശയം തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു പ്രമേയം ഭീകര പ്രവർത്തനങ്ങളുടെ ഇതിനെ സംബന്ധിച്ചാണ്. മറ്റൊന്ന് ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പ്രമേയം നമ്പർ 13 ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി മാത്രം സർക്കാരുകൾ പോലും ബന്ദ്, വഴിതടയൽ, ട്രെയിൻ തടയൽ പോലെയുള്ള പൊതുജനദ്രോഹ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനദ്രോഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സമര പരിപാടി നിയമം മൂലം തടയണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. 10-12 കൊല്ലം കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് ബോധമുണ്ടായത്. നമ്മളിത് പറഞ്ഞിട്ട് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഹൈക്കോടതി വിധി വരുന്നത്. അതുപോലെ വിവിധ സമ്മേളനങ്ങളോടനുബന്ധിച്ച് നടത്തപ്പെടാനുള്ള പ്രകടനങ്ങൾക്ക് പൊതുവഴിയുടെ പകുതി ഭാഗം മാത്രം ഉപയോഗിക്കുകയും പകുതി നിരപരാധികളായ ജനങ്ങളുടെ ആവശ്യത്തിനായി ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്യണമെന്ന് എല്ലാ പാർട്ടികളോടും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നിയമപാലകർക്ക് നൽകണമെന്ന് ഗവൺമെന്റിനോടും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. നമ്മളവിടെ എത്രയെങ്കിലും ഇനി എത്ര കഴിയണം? പിന്നെ വർഗീയ കലാപങ്ങൾ നിയന്ത്രിക്കുന്നതിനായി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ മുജാഹിദ് സംഘടനകളുടെ സംയുക്ത കൗൺസിൽ മുന്നോട്ട് വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. 1. പൊതുവഴിയിലൂടെയും ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിലൂടെയുമുള്ള എല്ലാ മതഘോഷയാത്രകളും നിരോധിക്കുക. ലഹളയൊതുക്കാൻ നിയോഗിക്കപ്പെടുന്ന സേനകളിൽ ബന്ധപ്പെട്ട സമുദായങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം നൽകുകയോ അവരിൽ ആർക്കും പ്രാധാന്യം നൽകുകയോ ചെയ്യാതിരിക്കുക. വർഗീയ ലഹളകൾ ദുരുപയോഗപ്പെടുത്തുന്ന സാമൂഹ്യ ദ്രോഹികളെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കുക. ഞാൻ പറഞ്ഞത് ഇവർ ഈ പറയുന്നത് പോലെ എല്ലാ തൊഴിൽ മാത്രം പറയാ, എന്നിട്ട് നിൽക്കാതല്ല, ആവശ്യമായതൊക്കെ പറയുക. പക്ഷേ അതിൽ പ്രവാചകത്വ മാതൃകയനുസരിച്ച് ഓരോന്നിനും നൽകിയിട്ടുള്ള തെർത്തീബ് അനുസരിച്ച് ക്രമമനുസരിച്ചുള്ള പ്രാധാന്യം നൽകണം. ഈ ഭാഗത്തിനിടക്ക് തൊഴിൽ മറന്നുപോകാൻ ഒരിക്കലും ഇസ്ലാഹി പ്രസ്ഥാനം അനുവദിക്കില്ല. മുജാഹിദ് പ്രസ്ഥാനം അനുവദിക്കുന്ന പ്രശ്നമില്ല. അതാണ് പ്രവാചകന്മാരുടെ മാതൃക. പ്രവാചകന്മാരുടെ മാതൃകയനുസരിച്ച് അവരുടെ മാതൃക പ്രകാരം കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ
വേണ്ടിയാണ് ISM ഉണ്ടാക്കിയത്, MSM ഉണ്ടാക്കിയത്, MGM ഉണ്ടാക്കിയത്. ഇതൊക്കെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ കുറെ അങ്ങോട്ട് ചെന്നപ്പോ ലക്ഷ്യം മറക്കുകയും പൊട്ടിച്ചിരിച്ച മാതിരിയായി. പഴയ കാലത്ത് പൊട്ടിയിരിക്കലുണ്ട്, പോയാലും വലിയ പേരുണ്ടാവില്ല. അപ്പോ പിന്നെ ഒന്ന് ഇരുന്ന് മുറുക്കി തുപ്പിയാൽ പൊട്ടി പോകുന്നതാണ്. ഒരു മുറുക്കി തുക്കപ്പലപ്പ നമ്മൾ നടത്തിയുള്ളത്. ഒന്ന് ഇരുന്ന് ആലോചിക്കും, എവിടേക്കാണ് നമ്മൾ പോണ്ടിയത്, എവിടുന്നേ പോകുന്നത്, ഏതാണ് വൈകി. അതിലൊന്ന് ചെറിയൊരു മുറുക്കി തുപ്പൽ മാത്രമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിന് ഞങ്ങളെ പിരിച്ചുവിട്ടാലുണ്ടല്ലോ, അത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വരാൻ പോകുന്ന ദിനങ്ങളിൽ നമുക്ക് ഈ കാര്യം ജനങ്ങളോട് പറയുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു പക്വത ഇല്ലാത്തവർ എന്ന് പറയുന്നത് ഈ പറയുന്നവർക്ക് തന്നെ യഥാർത്ഥത്തിൽ അഭിപ്രായമില്ല. പിന്നെ ജനങ്ങളുമായുള്ള സമ്പർക്കം, ജനങ്ങളുമായുള്ള ബന്ധം, മുജാഹിദ് പ്രസ്ഥാനം 1-ാം തീയതി മുതൽക്ക് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചിട്ടോ, ആരുമായി യോജിക്കാവുന്ന പോയിന്റിലൊക്കെ യോജിക്കും. ആദർശം വിട്ട് കളിയില്ല, ആദർശം വിട്ട് കളിയില്ല. പക്ഷേ ബാക്കി ഏത് വിഷയത്തിന് യോജിക്കാവുന്ന പോയിന്റിൽ ഞങ്ങൾ യോജിക്കുന്നത്. അത് എപ്പോഴും ഞങ്ങൾ പറയുന്നു, എപ്പോഴും ഞങ്ങൾ പറയുന്നു എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള സംഘടനകളോട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, മറ്റുള്ള പ്രസ്ഥാനക്കാരോട് അന്വേഷിച്ചു നോക്കൂ, വേറൊരോട് അന്വേഷിച്ചു നോക്കൂ ഞങ്ങളുടെ സമീപനം എന്താണെന്ന്. ഇത്രയും ഉദാരമായ, ഇത്രയും ഹൃദയം തോന്നുന്ന ഒരു പെരുമാറ്റം മറ്റ് സംഘടനകളിൽ നിന്ന് ഉണ്ടാകാറുണ്ടോ എന്ന് കൂടി ചോദിച്ചു നോക്കുന്നത് നല്ലതാണ്. പിന്നെ വലിയൊരു രസമുണ്ട്. എന്താ വെച്ചോ, നിങ്ങൾക്ക് പണം ആരോ പ്രസംഗിച്ചത്രേ, നിങ്ങൾക്ക് പണക്കാരും പത്രങ്ങളും ഗുണ്ടകളും കൂട്ടിനുണ്ടാവും, ഞങ്ങൾക്ക് ദൈവം മാത്രം. ഈ ഞങ്ങൾ നിങ്ങളെന്നുള്ള ആൾ മാറിയാൽ മതി, യാതൊരു വ്യത്യാസം. ഒരു തമാശ പറയാൻ നിങ്ങൾ അനുഭവിക്കുമോ? താഴെ കണക്ക് തന്നെയാണ്. ഒരു പാതിരിയച്ഛൻ നല്ല ഒരു പഴുത്ത മാങ്ങയായിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങാടി. ആ 2-3 കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഇങ്ങനെ പറഞ്ഞു, നല്ലൊരു നുണ പറയണോന്ന് തരാം. അപ്പൊ കുട്ടികൾ ഇങ്ങനെ പല നുണയും പറഞ്ഞു നോക്കി. അത് ശരിയല്ല. അവസാനം എന്നാ പിന്നെ അച്ഛൻ തന്നെ പറയും ഒരു നുണ. അപ്പൊ ഇയാൾ പറഞ്ഞേ, ഞാൻ കളവ് പറയില്ല കേട്ടോ, കൊടുക്കണമാണ് അച്ഛന് മറ്റോ. ഇത് മാങ്ങ കൊടുക്കേണ്ട ജാതി വർത്താനാണ്. പണക്കാരുണ്ടല്ലോ, ആർക്കാ പണക്കാരൻ? പിന്നെ ആരത്താ പണം എന്നുള്ളതിന് എന്താ ഞങ്ങൾ നേരെ ഒരു ഓട്ടോറിക്ഷയും കൂടി പിടിക്കണ്ട, മുജാഹിദ് സെന്ററിൽ ഒന്ന് പോയി നോക്കി, ഇത് പറഞ്ഞവരെ അവിടെ ഒന്ന് പോയി നോക്കി. ആർക്കാ പണം? 977 വാങ്ങി അവിടെയും ഒരു തേണ്ടി നടന്ന് സർവ്വ സ്ഥലത്തും നടന്ന് പിരിവുണ്ടാക്കിയിട്ട് വാങ്ങിയ ഒരു കെട്ടിടമാണ്. പഴയ കാലത്ത് ആരോ അവിടെ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് അവിടെ ഈ മറ്റേതായിരുന്നു കൽക്കരിന്റെ വണ്ടി ഓടുന്ന കാലത്ത് അവിടെ താമസിക്കാൻ പറ്റില്ലായിരുന്നു. ഒഴിഞ്ഞു പോയ ആ തക്കിന് കിട്ടിയാൽ നമുക്ക്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിന്റെ ശേഷം എന്തെല്ലാം ഉണ്ടായി? ആർക്കാ പണത്തിന്റെ പ്രതാപം? ആർക്കാണ് പണത്തിന്റെ സ്വാധീനം? ആർക്കാണ് പിന്നെ പണക്കാരുടെ സ്വാധീനം? പണക്കാരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിട്ട് അവനാൻ തന്നെ പണം ഉണ്ടായ പിന്നെ എന്തിനാ പണക്കാരുടെ സ്വാധീനം? ഇനി പത്രങ്ങളോ? പത്രങ്ങൾ ഇപ്പൊ ഉള്ളതിന്റെ സ്വാധീനം പോരായിട്ട് സ്വന്തം പത്രം ഉണ്ടാക്കാനാണ് നടക്കുന്നത്. എന്നിട്ട് അത് നമ്മക്കാണല്ലോ പത്രങ്ങളുടെ സ്വാധീനം. ഇനി ഗുണ്ടകൾ, അത് ശരിയാണ്. 1988 മുതൽ ഈ ഗുണ്ടാ സംഘത്തെ, ഞങ്ങളെ ചെറുപ്പക്കാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പവിത്രമായ ആദർശം ഉൾക്കൊണ്ട ചെറുപ്പക്കാരെ തെരഞ്ഞു പിടിച്ച് അവരെ ഒന്നാകെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും എന്നിട്ട് അവരെ ഞങ്ങൾക്കെതിരിൽ ബോധവൽക്കരിക്കുകയും ഗുണ്ടകളാക്കി മാറ്റുകയും വളണ്ടിയർ കോർ എന്ന പേരിട്ട് അവരെ ഒരിക്കലും മനുഷ്യന്റെ സംസ്കാരം അനുവദിക്കാത്ത രീതിയിൽ അവരെ വളർത്തിയെടുക്കുകയും ചെയ്തു. ആ ഗുണ്ടാ സംഘം ആണ് ഇപ്പോൾ ISMലെ ഈ പ്രാവശ്യത്തെ ഇക്കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും അവർ ലക്ഷ്യമിട്ടത് ഈ ഗുണ്ടാ സംഘത്തിൽ പെടാത്ത ഒരൊറ്റ
ഒരുത്തനും ISMന്റെ എക്സിക്യൂട്ടീവിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ISMന്റെ എക്സിക്യൂട്ടീവിലുള്ള ഒരൊറ്റ ഒരുത്തനും ഈ ഗുണ്ടാ സംഘത്തിന്റെ അപ്പുറത്തില്ല. ഒക്കെ ഗുണ്ടാ സംഘം, ഒക്കെ BC-യാണ്. എന്നിട്ട് വെറുതെ നടക്കണേ നമുക്കാണല്ലോ. ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയതാണ്. ഇന്നലെ എവിടുന്നോ പിന്നെ 2-3 ദിവസം മുമ്പ് അതൊന്നും പിന്നെ നിയമത്തുള്ള ഫാറൂഖ് പറഞ്ഞേ അസലായിട്ട് ഇവര് ഞങ്ങളെ രക്ഷിക്കാൻ നടന്ന എങ്ങനെയുണ്ടാവുന്നറിയോ? കൂട്ടരെ ഞാനൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ ഈ വാദപ്രതിവാദത്തിന്, ഖണ്ഡന പ്രസംഗത്തിന്, പ്രബോധനത്തിന് ഇതിനൊക്കെ നടക്കുമ്പോ ഒരാളുടെ പടച്ചവന്റെ അല്ലാതെ ഒരാളുടെ സംരക്ഷണം. ഞാനൊരു പട്ടപ്പീര എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഇടവെടുത്താം. ഞാൻ ഈ വാദപ്രതിവാദത്തിന് പോകുമ്പോൾ നാട്ടുകാരോട് അറിയില്ല ഇന്നൊരു വാദപ്രതിവാദമുണ്ട്. പത്രത്തിൽ കാണുമ്പോൾ നേരം പോകുമ്പോൾ ഓടി വരില്ല. അല്ല ഇന്നലെ പിന്നെ വാദപ്രതിവാദത്തിന് പോകുമ്പോ പോയി. എന്റെ കുട്ടികളെ, ഞങ്ങളുടെ ഈ കുട്ടികളെക്കാൾ എത്ര സംസ്കാരമുള്ളവരാണ് ഈ സുന്നികളെന്നറിയോ? അവരുടെ വിശ്വാസത്തെ, അവരുടെ ആചാരത്തെ, അവരുടെ സമ്പ്രദായത്തെ മുഴുവനും അതിനിശ്ചിതമായി കശക്കുകയും എതിർക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഞാൻ അവരിൽ നിന്ന് ഇതുപോലെയുള്ള മര്യാദ കെട്ട ഒരു പെരുമാറ്റത്തിന് ഇന്നേ വരെ വിധേയനായിട്ടില്ല. എനിക്കവരോട് വലിയ ബഹുമാനം തോന്നുന്നു. പക്ഷേ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഞങ്ങളുടെ നേർക്ക് ഈ കുട്ടികളെ വളർത്തുകയും എന്തിനും തയ്യാറാക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എന്നിട്ട് ഗുണ്ടാസംഘം ഞങ്ങൾക്കാണല്ലോ. ഞങ്ങൾ ഇതിന്റെ സാധ്യത വരുത്തുമ്പോഴല്ല. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ അധികം ഇതാക്കുന്നില്ല. മറ്റുള്ള കാര്യം 1991 തുടങ്ങിയിട്ടുണ്ട്. KP ചേരാറുന്നതിൽ ഞാനും ഉപരിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളതാണ് അവർക്ക് പ്രശ്നമായത്. കാരണം KP മരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് ഞാനെന്തെങ്കിലും ബഹളം കൂട്ടും, ഇതാക്കും അപ്പം നോക്കാന്ന് പറഞ്ഞ് ബഹളമല്ല. 96 ജനുവരി 25 KP മരണപ്പെട്ടു. അന്ന് മുതൽക്ക് ഈ 99 ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളെ മിനിറ്റ്സ് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കൃത്യമായിട്ട് മിനിറ്റ്സ് യോഗങ്ങൾ നടക്കലുണ്ട്, കൃത്യമായി കണക്ക് വായിക്കലുണ്ട്, കൃത്യമായി എല്ലാം ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം തന്നെയെങ്കിലും യോഗത്തിൽ ബഹളമുണ്ടാവുകയോ ഏതെങ്കിലും ഒരു വോട്ടെടുപ്പ് നടത്തുകയോ അതല്ലെങ്കിൽ പിന്നെ വിയോജന കുറിപ്പ് എഴുതുകയോ ചെയ്യാതൊരു സംഭവം ഉണ്ടായില്ല. ഒന്നായിട്ട് തന്നെ പോയില്ലേ. അപ്പൊ ഇത് എങ്ങനെയായിട്ടും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമായിട്ട് ഇത് കഴിച്ചിടാവില്ല, രക്ഷപ്പെടൂല. എന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ടാണ് 99 ഇലക്ഷൻ എല്ലാം കൂടി അട്ടിമറിക്കാമെന്ന് വിചാരിച്ചു. കയ്യിലായി വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹമീദ് മൗലവി ഇറങ്ങിയത്. ഹമീദ് മൗലവി അവരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്തെങ്കിലും ഒരു പ്രേരണ. ഞാൻ പലപ്പോഴും വെല്ലുവിളിക്കാറുണ്ട്, ഈ സദസ്സിന്റെ മുമ്പ് ഞാൻ വെല്ലുവിളിക്കുന്നു. എന്നെ ജനറൽ സെക്രട്ടറി ആക്കിയാൽ തരക്കേടില്ല എന്ന് മധ്യസ്ഥന്മാരിൽപ്പെട്ട ആരോടെങ്കിലുമോ അതല്ലെങ്കിൽ എന്റെ കൂടെ നടക്കുന്ന എന്റെ സ്നേഹിതന്മാരിൽ ആരോടെങ്കിലുമോ ഏതെങ്കിലും ഒരു വ്യക്തിയോട് എന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ രംഗതനവും പ്രശ്നം തന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ തെരഞ്ഞെടുപ്പിന്റെ രീതി കണ്ടിട്ട് മനം മടുത്ത ഹമീദ് മൗലവി ഇറങ്ങി. എന്നാൽ പറഞ്ഞു, ഹമീദ് മൗലവി എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ അസർ സാഹിബ് വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഒരു ദിവസം വിളിച്ചില്ല. അല്ല അപ്പൊ എന്താണ്? അല്ല ഒരു മദ്യത്തിന് ഇനി എന്തോ മദ്യ. ഞാനോട് പറഞ്ഞിരുന്നേ, അത് പോട്ട മൗലവി യോഗം കഴിഞ്ഞത് ഇലക്ഷൻ വരാൻ 28-ാം തീയതിയാണ്. അത് മുടിക്കുറ്റ 3 ദിവസം ആള് കളഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ പഴയ മുടി വന്ന് അതോടുകൂടി കഴിയും. നിങ്ങൾ ഇനിയിപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ട് മാനക്കേട് ഉണ്ടാക്കല്ലെന്ന് പറഞ്ഞു. അത് പറ്റൂല എന്ന് പറഞ്ഞ് ഇവരെ കൂടി മൊയ്തുവായ സാഹിബിനെ ഇവരൊക്കെ ഇറക്കി ഒരു മദ്യം പറഞ്ഞ് ആ മധ്യസ്ഥ തീരുമാനം ആദ്യം സ്വീകരിക്കൂല എന്ന് പറഞ്ഞു, പിന്നെ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ അവസാനം പറഞ്ഞ എന്താന്ന് വെച്ചാൽ പിന്നെ അവരെ 9 ആളുകളെ ഇതിലെടുത്തു. നിർദ്ദേശപ്രകാരം 12 ആളുകളെ ഏറ്റെടുത്തു. അതിൽ 9 ആളുകൾ ഞങ്ങൾ അതിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് പത്രത്തിൽ പരസ്യം ചെയ്തു. TV പറഞ്ഞോ? 9 ആൾ പത്രത്തിൽ പരസ്യം ചെയ്തു.
അപ്പൊ അത് ഞങ്ങളുടെ പേരിലുള്ള ഒരു കള്ളപ്രസ്താവനയായിരുന്നു, ഞങ്ങളത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പ്രസ്താവന ഇവരങ്ങനെ രാജിവെച്ചിട്ടില്ല എന്ന പ്രസ്താവനയിൽ ഒപ്പിടാൻ ജനറൽ സെക്രട്ടറി കൂട്ടാക്കിയില്ല. യഥാർത്ഥത്തിൽ രാജിവെച്ചാൽ ആ വിവരം അറിയിക്കേണ്ടത് പ്രസിഡന്റിനോടാണ്. അത് മാത്രമല്ല, ഈ 9 ആളിൽ ആരെങ്കിലും ഒരാളിനെ വിളിച്ചു പറഞ്ഞിട്ടില്ല ഞങ്ങൾ രാജിവെച്ചില്ലാന്ന്. മാത്രമല്ല, CP ഉമർ സുലമി അദ്ദേഹം TP അബ്ദുൽ കലാം അതിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പേര് കളവായിട്ട് പ്രസിദ്ധീകരിച്ചാണ് പത്രത്തിൽ, ഞങ്ങൾ രാജിവെച്ചിട്ടില്ല. ശരി, അവർ രണ്ടുപേരും കൂടി പ്രസ്താവന എഴുതി, ഈ പത്രവാർത്ത വിശ്വസനീയമല്ല, അത് നിഷേധിക്കപ്പെട്ടിട്ട്, അതുകൊണ്ട് അവർ രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവർ രണ്ടാളും കൂടി ഒരു പ്രസ്താവന എഴുതിയിട്ട് കേന്ദ്രം ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്നപ്പോ ഞാനും PK അഹമ്മദ് മൗലവിയും ഞങ്ങൾക്ക് അത്യാവശ്യമായി എവിടെ പോകാനുണ്ടായിരുന്നു. നിർബന്ധപൂർവ്വം സൂപ്രണ്ടിനെയും ജോലിക്കാരെയും അടിയന്തരമായി പ്രസ്താവന പത്രത്തിൽ എത്തിക്കണം, അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തേ ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങാവൂ എന്ന് പറഞ്ഞ് പ്രസ്താവന ഓർപ്പിച്ച ഞാൻ ഒപ്പിട്ട് ആരെങ്കിലും പത്രത്തിൽ വരുന്നതിനൊക്കെ എന്താ ഞാൻ ഒപ്പിടാൻ? എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ വിളിച്ച് പറയേണ്ടതില്ല, പ്രസിഡന്റിനോടാണ് പറയേണ്ടത്. പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞു, പ്രസിഡന്റ് ഒപ്പിട്ടു, പ്രസ്താവന ഇറക്കി. എന്നിട്ടോ 2.25 കൊല്ലപ്പോ ഒപ്പം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇപ്പൊ ആരോപണം ഞങ്ങളുമായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം. അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇതിന് എന്ത് തന്നെ ആയാലും ഞങ്ങളെ ഒരു സാധാരണ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു പൊന്നാനിക്കാരൻ, ഞങ്ങളുടെ നാട്ടിൽ പൊന്നാനി എടുത്താണ്, അതുകൊണ്ട് കുറ്റം പറയലൊക്കെ പൊന്നാനിക്കാരെ പറ്റി പറയും. അബൂബക്കറുമാരുടെ ബാധകല്ല. അപ്പൊ ഒരു പൊന്നാനിക്കാരന് പെണ്ണുങ്ങളെ തല്ലാറുന്ന ഒരു പൂതി, എന്ത് കാറ്റിച്ച് ഇവിടെ തല്ലാനൊരു സമയം കിട്ടില്ല. അങ്ങനെ അവസാനം ഇയാള് ഒരു നേന്ത്രക്കാരന്റെ പടല കൊണ്ടുപോയിട്ട് വെള്ളത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ വന്നിട്ട് ഇയാൾ നേന്ത്രപ്പഴം മുന്നിൽ വെച്ചു. ആണോ പുഴുങ്ങിയോ? അപ്പൊ വെളുക്ക് മനസ്സിലായി ഇത് സംഗതി ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ തല്ല. അപ്പൊ പിന്നെ എന്റെ പുഴുങ്ങിയില്ലാതെ തല്ല് തല്ല ഉറപ്പല്ലേ. നേന്ത്രപ്പഴം പുഴുങ്ങിയില്ലാതെ എറിഞ്ഞിട്ടാ കാട്ടി. ഇത് ആദ്യം തന്നെ ഒരുങ്ങിയതാണ്. ആ ഒരുങ്ങിയൊരു സംഗതി ശരിയായില്ല എന്ന് മാത്രം. അങ്ങനെയാണ് ഈ സംഗതി ഇവിടെ എത്തിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് പറഞ്ഞാലും വിശുദ്ധ ഖുർആനിലെ തിരുസുന്നത്തിൽ തർത്തീബനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ഇതിപ്പോ ഇവരെ എതിർക്കാൻ വേണ്ടി ഇപ്പൊ പറഞ്ഞല്ല. ഞാൻ സാധാരണ പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണം. ഒരു ചങ്ങായി അവിടെ ഒരു എക്സിബിഷൻ നടക്കുകയാണ്. ആ എക്സിബിഷനിൽ ഇങ്ങനെ ചെന്നപ്പോ കുറെ അധികം ആൾ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു. അവിടെ നോക്കുമ്പോൾ ഒരു ആനന്റെ പ്രതിമ ഉണ്ടാക്കിയിരിക്കുകയാണ്. കരിങ്കല്ലിൽ കൊത്തിയ ആന കണ്ടു നിന്നു പോകും. അപ്പൊ അയാൾ ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ പിന്നെ ശില്പിയുണ്ട് അവിടെ. അപ്പൊ അയാൾ പറഞ്ഞു, ശില്പിനോട് പറഞ്ഞു, എന്തുമാത്രം തന്മയത്വമുള്ള പ്രതിമ, ജീവനില്ല എന്നുള്ള ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഉണ്ട്, എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? ആ പറഞ്ഞു, അതെല്ലാവർക്കും സാധിക്കും, നിങ്ങൾക്കും സാധിക്കും. എങ്ങനെയാണ്? നിങ്ങൾ എത്ര വലിപ്പമുള്ള ആന വേണമെന്ന് ആദ്യം തീരുമാനിക്കും. എന്നിട്ട് അത്ര വലിപ്പമുള്ള ഒരു കരിങ്കല്ലിന്റെ അടുത്ത് നിൽക്കുക. എന്നിട്ട് ഉളിയും ചുറ്റിക ഉപയോഗിക്കാം. എന്നിട്ട് ആനയല്ല എന്ന് പറഞ്ഞ പാവം ചെത്തിക്കളയാം. അതെ, ഞാനും എന്നെ ചെയ്തു. ഒരു പ്രയാസമില്ലാത്ത കാര്യം. ഞങ്ങൾ ദീനിനെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെക്കലാണ്. ഞങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ മനസ്സാക്ഷിയോടുകൂടി വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ ചെന്ന് നിൽക്കുക. എന്നിട്ട് നിങ്ങളെ ഉളിയും ചുറ്റിക ഉപയോഗിച്ച് അതിനെ യോജിക്കുന്നില്ല എന്ന് കാണുന്നത് ചെത്തിക്കളയുക. അതിൽ പോരാന്നുള്ളത് കൂട്ടിച്ചേർക്കുക. മുജാഹിദാരുടെ ഞങ്ങളെ കാണാൻ സലാമും പറയണ്ട, ഞങ്ങൾ വൈക്കും പോകണം, പക്ഷെ നിങ്ങൾ നേർവഴിയിലായി ഞാൻ പോകാമെന്ന് പറയും. ഇത് സാധാരണ പറയുന്നതാണ്. ആ നിലക്ക് ഖുർആനിലും സുന്നത്തിലും എന്താണോ ആ കാര്യം അങ്ങനെ തന്നെ ജനങ്ങളെ പറഞ്ഞു കൊടുക്കുക. അതിൽ അവിടെയുള്ള ഒരു തർത്തീബ് ക്രമം ഞങ്ങൾ സ്വീകരിക്കുന്നു. തൗഹീദിന് 1-ാം സ്ഥാനം തന്നെ. എല്ലാ സ്ഥലത്തും 1-ാം സ്ഥാനം അതിൻ്റെ അർത്ഥമല്ല, ഈ പ്രബോധന മാർഗത്തിലുള്ള 1-ാം സ്ഥാനം എന്നാണ്. അത് പറയേണ്ടടുത്ത് അത് പറയണം. അത് ആളുകളായിട്ടൊക്കെ കൂടി ഒച്ചും പുലിയും കൂടിയിട്ട് വെറുതെ ഒരു പ്രശ്നമില്ല. അതിന്താ അവിടെ നിൽക്കട്ടെ. ചോറ് കൊടുത്തളയാം.
നമ്മ 5 ചാക്ക് അരി ആയിട്ട് പിന്നെ ഇവിടെ പോവാൻ മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ തലപ്പുറത്ത്. എന്നിട്ട് ആക്കെ കൊടുത്ത് ചോറ് വെച്ചതിന് ശേഷം വേറൊരു കൂട്ട് 25 ചാക്കായിട്ട് ചെന്നാൽ ആളുകൾ അറിവില്ല. അപ്പൊ ഇതിന് 50 ചാക്കായിട്ട് വേറെ പിന്നെ എവിടെ സ്വീകരിക്കണമെന്ന് പിന്നെ ആരും സ്വീകരിക്കാനല്ല, ഏറ്റവും കൂടുതൽ അരി കിട്ടുന്നവരെ നോക്കി നടക്കാൻ ചെയ്യാം. ഇവിടെ പിന്നെ മറ്റേ പ്രാസംഗികന്മാർ സൂചിപ്പിച്ചതുപോലെ യുത്തൈമൂല താമാല ഹബ്ബിഹി മിസ്കീന വയതീമൻ അസീറ. എന്നിട്ട് ഇന്നമാൻ ഉത്തൈമക്കുല്ലി വജ്ഹില്ല, ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഭക്ഷണം നൽകുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, പരലോകത്തുണ്ടാകുന്ന നരകാഗ്നി, ആ ആളെ മുഖം ചൂളിപ്പിച്ച് കളയുന്ന നരകാഗ്നിയെ അന്ന് അതാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് എന്ന് ഖുർആൻ പറയുന്നത്. നമ്മൾ ധർമ്മം ചെയ്യുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ, ആളുകൾ സഹായിക്കുമ്പോൾ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് കൂലിയിട്ടാണ് പ്രതിഫലം നൽകണം തന്നെയാണ്. കൈക്കൂലി എടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം അല്ല. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇതിന്റെ ഉദ്ദേശശുദ്ധിയാണ്. ഞാൻ പറഞ്ഞില്ലേ 15 പ്രമേയങ്ങൾ കഴിഞ്ഞ് 1987 കുറ്റിപ്പുറം സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച ആ 15 പ്രമേയങ്ങളുടെ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഞാൻ അടക്കമുള്ള ഒരു ചെറിയ കമ്മിറ്റിയാണ് ആ പ്രമേയങ്ങൾക്ക് രൂപം നൽകിയത്. ആ പ്രമേയം അംഗീകരിച്ചത്, പ്രമേയം പിന്നെ യോഗത്തിൽ അവതരിപ്പിച്ചത്. ഞങ്ങൾ ആ മനസ്സുമായി തന്നെയാണ് നടക്കുന്നത്. ഞങ്ങളെ സാമൂഹ്യ സേവനത്തെ സംബന്ധിച്ച് ഒരു ഗുണപാഠവും പഠിപ്പിക്കാൻ നമ്മളെ കുട്ടികൾ മെനക്കെടേണ്ടതില്ല. നിങ്ങൾ വിചാരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അത് ഉൾക്കൊണ്ടവരാണ്. നിങ്ങൾക്ക് ഈ ആശയം പകർന്നു തന്നത് ഞങ്ങളാണ്, ഞങ്ങളെ പ്രവർത്തനമാണ്. അതുമായാണ് നമ്മൾ പോകുന്നത്. നമുക്കൊന്നായിട്ട് പിന്നെ ഇത് ഭിന്നിച്ചു പോകുക എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പക്ഷേ ഭിന്നിച്ചു പോകരുത് എന്ന് വിചാരിച്ച് അപകടകാരികളെ തൊക്കിലേറ്റി നടക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രവർത്തകന്മാരായ, ഇസ്രായേൽ പ്രവർത്തകന്മാരായ നിങ്ങളോട് വളരെ വിനീതമായി ഞാൻ പറയുന്നു, നമ്മൾ ചർച്ച ചെയ്തോ ആ സെൽഫികൾ ഈ സെൽഫികൾ എന്നല്ല, നാളിതുവരെ കേരള നേതൃത്വ മുജാഹിദീൻ വെച്ച് പുലർത്തിപ്പോകുന്ന ആശയാദർശങ്ങൾ എന്ന വിഷയമാണ് ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്ത്. അതുമായി തന്നെ മുമ്പോട്ട് പോകണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒത്താശ വേണം. ഓരോരുത്തരും ആ വിഷയത്തിന് വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കണം, അവിശ്രമം പ്രവർത്തിക്കണം. മാത്രമല്ല, നമുക്ക് 2002 ഡിസംബർ 27, 28, 29 തീയതികളിൽ നമ്മുടെ സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നു. എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുക. നമ്മളെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ നാഴികക്കല്ലായി പ്രവർത്തിക്കാനുള്ള സംസ്ഥാന സമ്മേളനം, സ്റ്റേറ്റ് കോൺഫറൻസ് ഈ ഡിസംബർ അവസാനത്തിൽ നടക്കാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പ് മാനസികമായി ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. നമുക്ക് മുമ്പോട്ട് പോകാം. അള്ളാഹു അവന്റെ തൗഫീഖിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വന്നവരല്ല, ഈ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് അനുഭവപ്പെട്ട ഒരു സന്തോഷം മാത്രം ഒരു വാക്കിൽ പങ്കുവെക്കുകയാണ്. ഈ ഭിന്നിപ്പ് യഥാർത്ഥത്തിൽ ആദർശപരമായിരുന്നു എന്നറിയുമ്പോൾ നമ്മുടേതല്ലാത്ത ഒരു ആദർശത്തെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഈ മഹത്തായ ദഅവാ പ്രസ്ഥാനത്തിൽ കുറെ കാലം കഴിഞ്ഞുകൂടിയവർ വേറെ ഒരു സംഘടനയുമായി വേറിട്ടു പോകുന്നു എന്നറിയുമ്പോൾ സന്തോഷം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിലുള്ളത്. ഇതിന് മുമ്പ് നടന്ന ഒരു സമ്മേളനത്തിന്റെ സന്ദേശമായി പറയപ്പെട്ടിരുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു പുതിയ ശിശു രംഗപ്രവേശം ചെയ്യുന്ന പ്രസവ വേദനകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ ആദർശത്തിന്റെ പിറവിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തനതായ ആദർശ പ്രചാരണ രംഗത്ത് സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം നമുക്കിതാ സംജാതമായിരിക്കുന്നു. അതിനെ കരുത്തും ജീവനും പകരാൻ പറ്റുന്ന അതിശക്തമായ ആയിരക്കണക്കിന് യുവാക്കൾ നമ്മളോടൊപ്പമുണ്ട് എന്ന ആ സന്തോഷവും ആത്മവിശ്വാസവും ഈ സമ്മേളനത്തിന്റെ സന്ദേശമാണ്. വരാൻ പോകുന്ന സമ്മേളനത്തിനും ഇനി പുനഃസംഘടിപ്പിക്കപ്പെടുന്ന യുവജന വിഭാഗത്തിന്റെ പുതിയ സംഘാടനത്തിനും പ്രബോധനത്തിലും ഇവിടെ സന്നിഗ്ധരായ രക്ഷിതാക്കളുടെയും യുവാക്കളുടെയും സജീവമായ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാതലങ്ങളിലും മേഖലാതലങ്ങളിലും ഇനി ആദർശ പ്രചാരണ രംഗത്ത് പഴയ കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധന രംഗത്തെ
ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിലുള്ള പുതിയ പ്രചാരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മുതൽ ഒക്ടോബർ 5 വരെ വിചിന്തനം പ്രചരണ മാസമാണ്. കഴിയുന്നത്ര വരിക്കാരെ ചേർക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. വരിക്കാരെ ചേർക്കുന്നതിനുള്ള റെസിറ്റുകൾ വിചിന്തനം കൗണ്ടറിൽ നിന്നും ലഭിക്കും. ഏജന്റുമാർ കോപ്പികൾ കൗണ്ടറിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ്. പോസ്റ്റർ താമസം നേരിടാതിരിക്കാൻ ഈ